6-4 സ്ലാബ്. ശരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല. 110 രൂപ ഐറ്റംസ് അത് 55 രൂപയ്ക്ക് ഇപ്പൊ നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്നത്. അതിനേക്കാളും കൂടുതൽ വെറൈറ്റി ഇവിടെ ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സാധനവും ഇവിടെ നിന്നാണ് എടുത്തേക്കണത്. അത് ഇപ്പോഴും ഇവിടെ തന്നെയാണ് എടുക്കാൻ പോണേ. ടൈലും എല്ലാ സാധനവും 18 ഫിനിഷസ് ഉണ്ട് അവർക്ക്. വെർമോറയ്ക്ക് 22,000 ഇപ്പത്തെ റേറ്റ് വരുന്നത് 13. അതും കജാറിയ ബ്രാൻഡ്. എന്തായാലും 110-ന് 55. അപ്പൊ നമ്മുടെ കണക്കൂട്ട് നോക്കുമ്പോ പകുതി വില. ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ടൈം ആണ് ഇവരിപ്പോ മാർക്കറ്റിൽ ഇറക്കുന്നത്. ഇന്റഗ്രേറ്റഡ് സ്റ്റോൺ ടെക്നോളജി, IST എന്ന് പറയും. ഇപ്പൊ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ 55 രൂപ. അപ്പൊ 110-ന്റെ ഇപ്പൊ 55 രൂപ പോയി നോക്കി. പക്ഷെ എനിക്ക് ഇവിടെ തന്നെയാണ് ഇഷ്ടമായത്. അത്യാവശ്യം സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലേ? അത്യാവശ്യം സ്റ്റാഫ് ഉണ്ട്. പതിയാറ് അത്യാവശ്യം പേരുള്ളത് കൊണ്ട് തന്നെയാണ് കുറെ നാളുകളായിട്ട് നമുക്ക് കേൾക്കുന്നതും അറിയുന്നതുമാണ്. പിന്നെ പൊതുവേ ആ ഭാഗത്തുള്ളവരൊക്കെ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതും പതിയാറ് തന്നെയാണ്. കേരളത്തിൽ ഇവിടെ മാത്രമാണോ? കേരളത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. 28 കൊല്ലമായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പൊ പിന്നെ എനിക്ക് സത്യം പറയാനേ പറ്റുള്ളൂ. അതിനപ്പുറം ഭംഗി പറയാൻ അറിഞ്ഞൂടാ. ഇതാണ് വാള് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലെഡ്ജ് വാള് ഈ ടൈല് വെച്ചിട്ട് നമ്മളിങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഓഹോ. 10-650 ആ റേഞ്ചോളം വരുന്ന 8-100 എല്ലാ കോമ്പോകളും. അത്യാവശ്യം ഡിസ്കൗണ്ട് ആയില്ല. ഇതിന്റെ പ്ലേറ്റിങ്ങിനൊക്കെ 10 വർഷം വാറണ്ടി ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് 10 ഇയർ വാറണ്ടി വരുന്നത്. ഇഷ്ടമായി നാച്ചുറലി. അതുകൊണ്ടാണ് രണ്ടാമത് മൂന്നാമത് വന്നേ. കേരളത്തിൽ ഇവിടെ മാത്രം. എന്താ ബ്രാൻഡ്? വെർമോറ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് എറണാകുളത്ത് നോർത്ത് പറവൂരിലാണ്. ഇവിടെ എന്താ കാര്യം, ഇവിടെ ഓഫർ നടക്കണ്ടോ, 50% ഓഫർ നടക്കുന്നുണ്ട്. അതും 6-4 സ്ലാബിലെ എല്ലായിടത്തും 110 റേറ്റ്. പക്ഷെ ഇപ്പൊ ഇവിടെ ഓഫർ നടക്കുന്നത് 55 രൂപയ്ക്ക് കിട്ടും. അപ്പൊ എത്ര നാളത്തേക്ക് ഉണ്ടോ എന്താണെന്നൊന്നും നമുക്കറിയില്ല. അതും ഫ്ലാറ്റ് 50% ഓഫർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും 110-ന് 55. അപ്പൊ നമ്മുടെ കണക്കൂട്ട് നോക്കുമ്പോൾ പകുതി വില. അപ്പൊ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. എന്താ ഐറ്റംസ് കിട്ടണത് അറിയണ്ടേ? ഞാൻ കടയുടെ പേര് പറയാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്. അപ്പൊ ഈ ഒരു ഷോറൂമിന്റെ പേരെന്താണെന്നറിയോ? പതിയാര ബിൽഡ് വെയർസ്. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് അറിയോ? മൊത്തം 60,000 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ ഈ ഒരു ഫുൾ ഷോറൂം വരുന്നത്. അപ്പൊ എറണാകുളത്ത് ഈ ഒരു ഷോറൂം മാത്രമല്ല, അങ്ങനെ വിശാലമായിട്ട് കിടക്കാണ്. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് അത് എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കാം. ഇത് കൂടാണ്ട് ഇവർക്ക് ഈ ഒരു സെക്ഷൻ വരുന്നത് ഗ്രാനൈറ്റിന്റെ സെക്ഷൻ ആണ് കേട്ടോ. ഗ്രാനൈറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഈ ഒരു സെക്ഷൻ വരുന്നത്. മറ്റത് എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കേണ്ടി വരും. പിന്നെ ഇവിടെ ഒരു സെക്ഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഷോറൂം, ഒരു പ്രീമിയം എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒക്കെ നമുക്ക് പറ്റിയ ഐറ്റംസ് ഒക്കെ നമുക്ക് പറ്റിയ അഫോർഡബിൾ റേഞ്ചിലൊക്കെ കിട്ടുന്നത്. എന്തായാലും നമുക്ക് 110 എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി 55 കണക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അതേപോലത്തെ റേറ്റ് ഒക്കെ തന്നെയാണുള്ളൂ ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്നാണോ പിടിക്കണ്ടേ? ഇവിടുന്ന് പിടിക്കാം അല്ലേ? അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഫുൾ ഷോറൂം വിസിറ്റ് ചെയ്യാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെ കയറുമ്പോൾ റിസപ്ഷൻ ആദ്യം ഒന്ന് നമ്മളെ എൻട്രി ചെയ്യണം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഹാജിറായെന്ന് പറഞ്ഞാൽ ഹാജിറായിട്ടുണ്ട് കേട്ടോ. ഹായ്. നമ്മൾ ഇങ്ങോട്ട് പിടിക്കാം. കുറച്ച് ലുക്ക് ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പൊ ലുക്കുള്ള ആൾക്കാർക്ക് ലുക്കുള്ള സാധനങ്ങൾ കാണിച്ചു തരാൻ പറ്റും അല്ലേ? അപ്പൊ ഹായ്, ഈ ഒരു വീഡിയോയിൽ വെൽക്കം. നല്ല ഭംഗിയുണ്ട് കേട്ടോ ചിരി. എന്താ പേര്? മേഘ ആന്റണി. ഒരു ഹായ് പറഞ്ഞോ, വെറുതെ കിടന്നോട്ടെ. ഓക്കെ. ഇനി നമ്മുടെ ഇത് ഷോറൂം എന്ന് പറയുമ്പോൾ പുതിയതാണ്, കുറച്ച് പ്രീമിയം സെഗ്മെന്റ് ആണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കണം. പ്രീമിയം കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് പേടിക്കണ്ട, എല്ലാം റീസണബിൾ റേറ്റിൽ ഞാനത് പറഞ്ഞിട്ട് ഞാൻ അവരോട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്? നമ്മുടെ മെയിൻ ബ്രാൻഡ് ഇവിടെ വെർമോറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡിയോ, വെർമോറയുടെ സ്റ്റുഡിയോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. നമ്മൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വേറെ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് നെക്സിയോൺ, ഇസ്പിര എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ്സ് ഉണ്ട്. പിന്നെ മോട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്. പല ബ്രാൻഡ്സ് ഉണ്ട്. നമുക്ക് ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട്. സ്റ്റുഡിയോ ഉണ്ട് ഇവിടെ. നമുക്ക് ഏകദേശം എല്ലാത്തിന്റെയും ഒട്ടുമിക്ക ബ്രാൻഡ്സിന്റെ നമുക്ക് സ്റ്റുഡിയോ ഉണ്ട്. എല്ലാത്തിനും സ്റ്റുഡിയോ. ഇതിപ്പോ നമ്മള് വെർമോറ സ്റ്റുഡിയോയിലേക്കാണ് വന്നേക്കുന്നത്. നല്ല അടിപൊളിയല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടാം. അതെ. എല്ലാം നല്ല അടിപൊളി ടൈൽസ് ആണ്. എല്ലാം സ്ലാബ് സൈസ്, ചെറിയ സൈസ് തുടങ്ങി സ്ലാബ് സൈസ് 8-4 സൈസ്, അതിലും വലിയ സൈസ് വരെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇപ്പൊ പ്രത്യേകത എന്താ? ഈ ഒരു ബ്രാൻഡിന്റെ പ്രത്യേകത വെച്ചാൽ ഇവരുടെ ഒരു ഇന്റഗ്രേറ്റഡ് സ്റ്റോൺ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടാണ് ഇവരിപ്പോ മാർക്കറ്റിൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഗ്രാനൈറ്റ്, മാർബിള്, നാച്ചുറൽ സ്റ്റോണ്, അപ്പൊ അതുപോലെ തന്നെ നമുക്ക് സ്റ്റോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ മെറ്റീരിയൽ മാർക്കറ്റിൽ ഇറക്കിയത്. ഫസ്റ്റ് ടൈം ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ടൈം ആണ് ഇവരിപ്പോ മാർക്കറ്റിൽ ഇറക്കുന്നത്. ഇന്റഗ്രേറ്റഡ് സ്റ്റോൺ ടെക്നോളജി, IST എന്ന് പറയും. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇനി വിടുത്തരാന്ന് വിചാരിക്കേണ്ട, കേരളത്തിൽ ഇവിടെ മാത്രമാണോ? കേരളത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ മാത്രം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കണേ? പതിയാറയില്, വഴി. വേറെ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഷോറൂം ഉണ്ട്. അത് എടപ്പള്ളിയിലുണ്ട്. പീ സ്റ്റോൺ ഗാലറി. അവിടെ ഇത് കിട്ടില്ല. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഇവിടെ മാത്രം. എന്താ ബ്രാൻഡ്?
വെർമോറ. യെസ്. അപ്പൊ ഇതിനെ കുറിച്ച് ഡിസൈൻസ് കാര്യങ്ങൾ എങ്ങനെയാ? നമുക്ക് ഡിസൈൻസ് പല പല ഡിസൈൻസ് ഉണ്ട്, ഒത്തിരി ഡിസൈൻസ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഇതൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ, ചെറിയൊരു ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മാത്രമാണ് കൂടുതലും ചെയ്യുന്നത്. അതെ, നമ്മുടെ വാഷ് കൗണ്ടർ ഏരിയ, അതുപോലെ തന്നെ നമ്മുടെ ലിവിങ്ങിന്റെ ചെറിയൊരു സ്പേസ്, അങ്ങനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഫ്രണ്ട് മാത്രം നോക്കണ്ട, വരുമ്പോ ഇങ്ങനെ ഓരോന്നോരോന്ന് തള്ളി നോക്കാം. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാട്ടോ. തള്ളിയിട്ടൊക്കെ എന്തായാലും തള്ളാനായിട്ട് ആവത്തില്ലെങ്കിൽ അവര് തള്ളി തന്നോളൂ. തള്ളാനായിട്ടല്ലേ പോരെ, ലേഡീസ് അല്ല നമ്മുടെ സ്റ്റാഫുകളൊക്കെ, പോരാത്തന്നെ നമ്മുടെ തള്ളും. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടോട്ടും. ഇത് മാറ്റ് ഫിനിഷിംഗിലെ കൂടുതൽ വരുന്നത്, മാറ്റ് ഫിനിഷ് ആണ് കൂടുതൽ വരുന്നത്. ഗ്ലോസിയിലുണ്ട്, ഇതൊക്കെ ഗ്ലോസിയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഗ്ലോസിയാണ്. ഇതല്ലേ ഓക്കെ. എന്തായാലും പണ്ടത്തെ ഒരു സ്റ്റൈൽ ഒരു ഇതില്ലേ ഇതിലേക്ക് വന്നിരിക്കുക. എന്തായാലും ഇതിന്റെ നമുക്ക് റേറ്റ് വൈസ് ഒക്കെ എങ്ങനെയാ, നമുക്ക് എഫോർട്ട് ചെയ്യാൻ പറ്റുമോ? റേറ്റ് നമ്മള് ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഏരിയയൊക്കെ ഹൈലൈറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അതിനകത്ത് റേറ്റ് നോക്കേണ്ട കാര്യമില്ല. ഏകദേശം ഒരു മാക്സിമം ഒരു 40-50 സ്ക്വയർ ഫീറ്റ് അത്രയൊക്കെ, ഒരു വാഷ് കൗണ്ടർ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് ഉണ്ടാവും, അതൊക്കെ ഏരിയ. പിന്നെ ഒരു ലിവിംഗ് ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ നമ്മൾ ഇതിപ്പോ ഡൈനിങ് ടേബിൾ ഇടുന്ന ഏരിയയോ അല്ലെങ്കിൽ നമ്മുടെ ടീപ്പോ ഇടുന്ന ഏരിയ ഒക്കെ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ കിട്ടുള്ളൂ. എല്ലാം നമ്മൾ നോർമൽ ടൈലല്ലേ ഇടുള്ളൂ. അതെ. അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ, ഞാനിപ്പോ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെയും ഇവരുടെ പേര് തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ സംഭവം ഇതൊക്കെ ഏത് ഭാഗത്ത് നമുക്ക് വരുന്നത്? ഇതൊക്കെ നമുക്ക് വാള് ചെയ്യാനാണ് കൂടുതലും. വാളും ഫ്ലോറും ഒക്കെ ചെയ്യാം, പക്ഷെ ഇത് വരുമ്പോൾ കുറച്ച് ഗ്രൂവ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ക്ലീനിങ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വാളിൽ ചെയ്യാൻ ഈ സൈഡ് ഗ്രിപ്പും ഈ സൈഡ് നമുക്ക് ഒരു മാറ്റ് ഫിനിഷ്. ശരിക്കും അടുത്തേക്ക് വന്നാൽ ആ ഒരു ടൈല് കുറച്ച് പ്രത്യേകത ഉണ്ട്. ഒരു ഹാഫ് ആൻഡ് ഹാഫ് പോർഷൻ എന്ന് വേണമെങ്കിൽ സാധാരണ പോലെയല്ല, കുറച്ച് ഹാഫ് ആൻഡ് ഹാഫ്. ഇത് ഡാർക്ക് ആയതുകൊണ്ട് അത്ര അറിയില്ലാന്ന് തോന്നുന്നുണ്ട്. ഈ ലൈറ്റിലൊന്ന് നോക്കി നോക്കിയേ, ഇത് ഒരു ഗ്രിപ്പ്. ഇത് ശരിക്കും എവിടെ യൂസ് ചെയ്യണം? പിന്നെ ഒരു വാളിൽ യൂസ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇതിന്റെ ഡിസൈൻസും നമുക്ക് ഇഷ്ടംപോലെ കിട്ടൂലേ? ഇഷ്ടംപോലെ. ഓക്കെ. ഇത് നമ്മുടെ ടെറാസോ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ടത്തെ ഒരു മൊസൈക്കിന്റെ പുറത്തേക്ക് ഒരു പണ്ട് ടൈലൊന്നും ഇടാൻ കാശില്ലാത്ത സമയത്ത് ഈ മൊസൈക്ക് ഒക്കെ പൊട്ടിച്ചിട്ട് യൂസ് ചെയ്യണം ആ ഒരു സംഭവം. അതിപ്പോ ട്രെൻഡായി മാറി, ഇപ്പൊ ട്രെൻഡാണ് അല്ലേ? അടിപൊളി. അപ്പൊ ഇതിന്റെ കൂടുതൽ കളക്ഷൻസ് ഡീറ്റെയിൽസ് ഇതിന്റെ വെറൈറ്റീസ് ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഫോട്ടോസ് പിന്നെ കസ്റ്റമർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വാട്സാപ്പിൽ ചെയ്യാം. പിന്നെ നമ്മുടെ പേജിലുണ്ടല്ലോ, ഇതന്നെ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മളൊരു ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിട്ട്. പക്ഷെ ഇതന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, വെറൈറ്റി ഇഷ്ടം പോലെ കാണാനായിട്ട് കിടക്കുന്നത്. പിന്നെ ഇത് ഫുൾ തന്നെയാണല്ലേ അവിടെ 6x4 സൈസാണ്. അടിപൊളി. ഇതൊക്കെ ബാത്റൂം ഫെദർ മാറ്റ് എന്ന് പറയുന്നത്. ടച്ച് ചെയ്ത് നോക്കി, ഗ്ലോസി അല്ല, ഫെദർ മാറ്റ്. നമുക്ക് സ്ക്രാച്ച് പ്രൂഫ് ആണ്. ഇത് വ്യത്യാസം ഗ്ലോസി പോലെയല്ല, ഫെദർ മാറ്റ് എന്ന് പറയും. ഇത് ഫെദർ മാറ്റ്. സാധാരണ ഗ്ലോസി മാറ്റ്, സാധാരണ നമ്മള് മാറ്റ് പിന്നെ ഗ്ലോസി പിന്നെ സാറ്റിൻ മാറ്റ് അങ്ങനെയൊക്കെയല്ലേ വന്നിട്ടുള്ളൂ. ഇത് ഫെദർ മാറ്റ് എന്ന് പറയാം. ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഫീൽ അറിയാൻ പറ്റും. ഒന്ന് വന്നേ, ഒന്ന് ടച്ച് ചെയ്ത് എങ്ങനെ ഒന്ന് തലോടിയ നല്ല അടിപൊളി കേട്ടോ, നല്ല വെണ്ണ പോലെ. അതന്നെ സാധാരണ കുക്കിങ്ങിനൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ്. പക്ഷെ ഇവിടെ വരുമ്പോഴല്ലേ നമുക്ക് നിന്ന് പോവും, ഇങ്ങനെ ആസ്വദിച്ച് പോകും, ഓരോന്നോരോന്ന് കണ്ട് ആസ്വദിച്ച് പോകും. അപ്പൊ ഇപ്പൊ എപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ ഈ ഇത് ഡിസൈൻസ് എത്ര ആഴ്ചയിൽ ഇങ്ങനെ മാറിക്കൊണ്ട്? ആഴ്ചയിലില്ല, എന്നാലും പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും അല്ലേ? ലേറ്റസ്റ്റ് ഡിസൈൻ ആണ്, ലേറ്റസ്റ്റ് മാറ്റും. അതായത് എന്തായാലും ലൈറ്റ് ഷെയ്ഡിലും ഉണ്ട്, നല്ല ഡാർക്ക് ഷെയ്ഡിലും വരുന്നുണ്ട്, രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്നത്. എന്തായാലും കളക്ഷൻസ് വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ എന്താ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി എന്നല്ലേ? ഇതിന്റെ ബാക്ക് സൈഡിലും ഉണ്ട് കേട്ടോ, അതിപ്പോ നമ്മൾ അപ്പുറത്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ബാക്ക് സൈഡിലും ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഓപ്പോസിറ്റ് സൈഡ് അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു വരുന്നത്. ഓക്കെ. എന്തായാലും അത് എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഇനി നിങ്ങൾക്ക് കാണണമെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ വീണ്ടും പറയാണ്, നമ്മളിപ്പോ നിൽക്കുന്നത് എറണാകുളം എന്ന് പറയുമ്പോൾ അത്ര ദൂരമുള്ള സ്ഥലം, അത് അത്ര ദൂരമുള്ള സ്ഥലമൊന്നുമല്ല. ഇതും സെയിം ആ ഒരു ഇത് ചെയ്തു വെച്ചിരിക്കുന്നതല്ല ഈ ഒരു ഡിസൈനിൽ. ഇത് കുറച്ച് സിൽവർ ടച്ച് വരുന്നത് കുഴപ്പമില്ലല്ലോ, ഞാനത് കയറണോ വേണ്ടത് ഇങ്ങനെ ആലോചിച്ച. ഇതൊരു സിൽവർ ടച്ച് വരുന്നുണ്ട്. ഒരു കാർവിംഗ് ആണ്. കാർവിംഗ് നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ, ചെറിയ തിളക്കം കണ്ട കാർവിംഗ് ആണ്. ആ ലീഫിലൊക്കെ ചെറിയൊരു അത് എങ്ങനെ ഇപ്പൊ കാണിച്ചു തരാൻ പറ്റും? ലൈറ്റ് അടിക്കുമ്പോഴോ നമ്മളിപ്പോ ഇത് ഫ്ലോറിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വാളിൽ ചെയ്യുമ്പോൾ ലൈറ്റ് അടിക്കുമ്പോഴാണ് അതിന്റെ കാർവിംഗ് കറക്റ്റ് എടുത്ത് കാണുന്നത്. പിന്നെ ആ ഒരു സിൽവറിന്റെ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഗ്ലേസിങ് നമുക്ക് എടുത്ത് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ദൂരത്തുനിന്ന് അങ്ങനെ പെട്ടെന്ന് അറിയില്ല, അടുത്തേക്ക് തന്നെ വരണമെന്ന്. അടുത്തേക്ക് അപ്പൊ എന്നും വരുന്നവര് വീട്ടിലുണ്ടാവുന്നു. ഇതിപ്പം പുതിയ ഡിസൈൻസ് നിങ്ങളുടെ അപ്കമിങ് ചെയ്തോണ്ടിരിക്കുകയാണോ? പുതിയത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പുതിയ അപ്കമിങ് ഡിസൈൻസ് വരുമ്പോ അപ്പൊ ഇതുപോലെ വരുന്ന സമയത്ത് ഇങ്ങനെ ഓരോരോ ഡിസൈൻസ് മാറിക്കൊണ്ടിരിക്കും. അതിങ്ങനെ നമ്മുടെ പയ്യന്മാര് ഇരുന്ന് ചെയ്തോണ്ടിരിക്കും. ഗുജറാത്തിൽ തന്നെ വന്നേക്കുന്നത് ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രമായിട്ട് വന്നേക്കുന്നതാണ്. ഈ ബ്രാൻഡിന്റെ അവിടെ തന്നെ വന്നേക്കുന്നതാണ്. हाय कैसे हो? गुजरात से आया बोल रहा है. गुजरात कौन सी जगह पे? मोरबी. वहाँ पे बनता है क्या ये सब?
अच्छा तो आप काम करो बस ऐसे दिखाने के लिए ഓക്കെ അപ്പൊ അവര് ബ്രാൻഡ് തന്നെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും ആ അപ്പൊ എന്തായാലും പുതിയ ഡിസൈൻസിന് നമുക്ക് അപ്ഡേറ്റ് കിട്ടാനായിട്ട് ഇപ്പൊ നേരിട്ട് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ എന്താ ഓപ്ഷൻ അവർക്ക് നമ്മുടെ പേജ് വിസിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ അവരുടെ നമ്പർ എടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്താണെങ്കിൽ. യൂട്യൂബറാണോ? യൂട്യൂബർ ചെറിയ രീതിയിൽ നമുക്ക് ഇവിടെ പോവാറില്ല, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വെറുതെ അല്ല. അപ്പൊ യൂട്യൂബിന്റെ പേരെന്താ? നമ്മുടെ പതിയാറ വെഞ്ചർ എന്നാണ് നമ്മുടെ ഷോറൂമിന്റെ തന്നെ പേരാണ് പതിയാറ വെഞ്ചർ. യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടോ? ബാക്കിയുണ്ട്, ത്രെഡാ അങ്ങനെ എന്തൊക്കെ അതിലൊന്നുമില്ല. ബാക്കി അതിലും ഞാനുണ്ട്, ഒരെണ്ണം കൂടുതലുണ്ട്. ഓക്കെ, ഇത് തന്നെയാണോ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റഗ്രേറ്റഡ് സ്റ്റോൺ ടെക്നോളജി. നമുക്ക് ഇത് കണ്ടോ, ടച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു ലെപ്പോത്ര, പണ്ടൊക്കെ നമ്മൾ ഗ്രാനൈറ്റിൽ മാത്രമേ ലെപ്പോത്ര ഫിനിഷ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ നമ്മൾ ടൈലിലും വന്നു തുടങ്ങി ലെപ്പോത്ര ഫിനിഷ്. സിറ്റ് ഔട്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈൻ നമുക്ക് ഓൺലൈനിൽ അല്ലെങ്കിൽ വീഡിയോ കോൾ ത്രൂ കാണാം. പക്ഷേ ഈ ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞ സംഭവം നേരിട്ട് ഷോറൂമിൽ തന്നെ വരണം. എന്നാലും നമുക്ക് ആ ഒരു കറക്റ്റ് ഇതിന്റെ ഒരു. അപ്പൊ ഇതിന് ഒരു സംശയം കൂടി ചോദിക്കട്ടെ, ഞാൻ ഒരു വീട്ടമ്മയാണല്ലോ, നമ്മൾ ക്ലീനിങ്ങിന്റെ കാര്യത്തിനൊക്കെ ആകുമ്പോ ഇതിന്റെ ഇടയിൽ അഴുക്കൊക്കെ ഇരിക്കും. അത് ക്ലീനിങ് എന്ന് വെച്ചാൽ സാധാരണ നമ്മളെ ഗ്ലോസി ഒരു തവണ മാപ്പ് ചെയ്യുന്നത്, ഇത് ഒരു 2 പ്രാവശ്യം മാപ്പ് ചെയ്താൽ മതി. മോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു എടുക്കേണ്ടി വരും, എഫേർട്ട് എടുക്കേണ്ടി വരും. എന്തായാലും പെണ്ണുങ്ങളല്ലേ തീർച്ചയായിട്ടും അവര് ഗ്ലോസി, ഇപ്പൊ നമ്മുടെ ഷോറൂമിൽ വന്നാലും എല്ലാവരും ഗ്ലോസി തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഒരു പ്രീമിയം ലുക്ക് ആയിരിക്കും. ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കസേരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരച്ച് കഴിഞ്ഞിട്ട് സ്ക്രാച്ച് പ്രൂഫ് ആണ്, ഒരിക്കലും സ്ക്രാച്ച് വീഴില്ല. പക്ഷെ ഗ്ലോസി എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് വീഴും. നമ്മൾ ചെറിയൊരു ടേബിളോ അല്ലെങ്കിൽ കസേരട്ടോ ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി കൊണ്ടുപോകും. പിള്ളേരിട്ട് വരയ്ക്കാൻ നല്ല സുഖമായിരിക്കും. ഡിസൈൻസ് അടിപൊളി ഡിസൈൻസ് ഒക്കെ ഉണ്ട് അല്ലേ? ഇതൊക്കെ നല്ല നല്ല ഡിസൈൻസ് വരുന്നല്ലേ? എന്തായാലും നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല വെറൈറ്റീസും ഉണ്ട് അല്ലേ? ഇങ്ങനെ ആഴ്ചയിൽ അപ്പൊ വിസിറ്റ് ചെയ്യേണ്ടി വരുന്നു, പുതിയ വരുന്നത്. പക്ഷെ വീട് ഒരു തവണ പണിയണല്ലോ. അപ്പൊ എന്തായാലും ഒരു തവണ ഇതും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലേസി ആയിട്ട് നിൽക്കുന്നത്, ചെറുതായിട്ട് ഒരു കാർവിംഗ് മാറ്റ് എന്നാണ്. റോക്കർ മാറ്റ് എന്നൊക്കെ പറയും. പലതും പല ബ്രാൻഡുകാരും പല പേര് പറയും. ശരിക്കും ഇടിവെട്ട് നമ്മുടെ മലയാളം ഭാഷയിൽ പറയണെങ്കിൽ അതാണ്. അപ്പൊ ഡിസൈൻസ് ഇതൊക്കെയായി. ഇനി ഇപ്പുറത്ത് കൊറേ ഉണ്ട് അല്ലേ? അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇപ്പൊ മെയിൻ പ്രീമിയം ഒരു സെക്ഷൻ സ്റ്റോൺ ടെക്നോളജിയില്. പിന്നെ ഇതിനു വേണ്ടി ഞാൻ ഒരു വീട് പണിയേണ്ടി വരുമോ? പണിയാലോ. ഇതേ ഓരോ തവണ കാണുമ്പോഴേ നമുക്ക് ഓരോ ആഗ്രഹങ്ങള് വരും. അതാണ് ഇപ്പൊ അടുത്ത ആഴ്ചയിൽ എന്താ വെറൈറ്റി വരാന്നൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ ചെറിയൊരു ചെക്സ് ഉണ്ട് ഇതിനകത്ത്, സൂക്ഷിച്ചു. അതാ പറഞ്ഞെന്ന് വെച്ചാൽ അടുത്ത് വരുമ്പോഴാണ് ആ ഒരു ചെറിയ ഡിസൈൻ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻസ്. സൈസ് ഇതില് ഏത് സൈസ് തൊട്ട് നമുക്ക് ശരിക്കും വരാം? നമുക്ക് ശരിക്കും 4.2 തുടങ്ങി സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2.2 തുടങ്ങി സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2x2 സൈസ് തുടങ്ങി സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഏകദേശം ഈ സൈസ് ഒക്കെ ഉണ്ടാ. 10 അടി ഹൈറ്റ് ഉണ്ട്, 5.5 അടി വീതി ഉണ്ട്. 5.5 അടി വീതി അല്ലേ? അടിപൊളി. 10 അടിയാണ് എന്റെ ഹൈറ്റ്. ഇത് കണ്ട ഇങ്ങനെ നിന്ന് പോകും. നമ്മുടെ ഒരു മെയിൻ വീക്ക്നെസ് വരുമ്പോഴേ ഇതൊക്കെ ശരിക്കും നമ്മൾ പറഞ്ഞില്ലേ, മാർബിളിന്റെ ഒക്കെ സെയിം ഡിറ്റോ മീൻസ്, അതായത് നമുക്ക് സെയിം ആ വെയിൻസ് ഒക്കെ കിട്ടും. വെയിൻസ് നമുക്ക് ടോപ്പ് ടു ബോട്ടം വരെ ആ വെയിൻസ് കിട്ടും. ഇതാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് സ്റ്റോൺ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മോൾഡ് ചെയ്താലും ഈ സെയിം വെയിൻസ് തന്നെ കിട്ടും. നമുക്ക് വേസ്റ്റ് ഒന്നും പോകുന്നില്ല. മാർബിളൊക്കെ ആവുമ്പോ വേസ്റ്റ് പോകും. ഇതാകുമ്പോ വേസ്റ്റ് ഒന്നുമില്ല, കറക്റ്റ് ആ ഒരു കട്ടിങ്ങില് കിട്ടും. അതെ ഇതുപോലെ ഒരു ഹോളിൽ ഫുൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോള് നിറഞ്ഞു പറയണ്ടാവില്ല. ഒരു ഹോള് അടിപൊളി സൂപ്പർ ലുക്ക് ആയിട്ടുണ്ട്. ഇത് ഈ ഫുൾ അത് തന്നെ. ഇത് എത്ര? അത് ചെറിയ സൈസ് ആണ്. ഇത് എത്ര സൈസ് വരുന്നത്? ഇത് 8.4 സൈസ്. 8.4 അല്ലേ? ഇതൊക്കെ 8.4 സൈസ്. ഓക്കെ. എന്തായാലും സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറയാലോ, നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ കൂടെയാണ് ഞാൻ കയറി വന്നത്. ഞാൻ അവിടുന്ന് എൻട്രിയിൽ ഞാൻ കയറിയിട്ടേ ഇല്ല. സത്യം ഞാൻ കയറിയിട്ടില്ല. ഇവിടെ വരുമ്പോ എനിക്ക് ആ ഒരു എന്താ പറയാ, നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ല, ആ ഇംപ്രഷൻ ബെസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത് അകത്ത് കയറുമ്പോഴല്ലേ. എന്തായാലും ബെസ്റ്റ് ഇംപ്രഷൻ ആയിട്ടുണ്ട്. ഇതൊക്കെ എവിടെയാണ്? ഇത് നമുക്ക് വാള് ചെയ്യാനാണ് കൂടുതൽ വാളിന് അല്ലേ? ഇതൊക്കെ ശരിക്കും ദൂരത്ത് നിന്ന് കാണും. ചില ഡിസൈൻസ് പറയുമ്പോൾ കുറച്ച് അടുത്ത് നിന്ന് കാണും, ചിലത് ദൂരത്ത് നിന്ന് കാണും. പക്ഷെ അത് മൈന്യൂട്ടായിട്ട് ചെറിയ ഇതൊക്കെ എങ്ങനെയല്ല ഇങ്ങനെ വർക്ക് ചെയ്ത് ഇങ്ങനെ എടുത്തു കൊണ്ടുവരാൻ എന്തായാലും ഒരു രസമായിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ നമുക്ക് ലാസ്റ്റ് റേഞ്ച് എത്ര വരെ പോകും? സ്റ്റാർട്ടിങ് പറയണ്ട.
ലാസ്റ്റ് റേഞ്ച് നമുക്ക് എങ്ങനെ പോയാലും 800, 700 ആ റേഞ്ച് ഒക്കെ വരെ. എന്നുവെച്ചാൽ കുറച്ച് പ്രീമിയം ആൾക്കാർ Premium, ചിലപ്പോ റേറ്റ് കൂടിയത് അന്വേഷിച്ച് നടക്കണം. അവർക്ക് എത്ര ചിലപ്പോ അവര് വിചാരിക്കേണ്ട 2000 അല്ലെങ്കിൽ 5000 വരെയൊക്കെയുള്ള അങ്ങനത്തെ വല്ലതും ഉണ്ടോന്ന് തപ്പി നടക്കുന്നവരുണ്ടാവും. കുറച്ചുള്ളവര് എല്ലാവരും എല്ലാതും തപ്പണതാണ്. പക്ഷെ റേഞ്ച് കൂടിയ ഐറ്റം തപ്പണവരും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ ഇതിന്റെ ഫുള്ള് ഈ സെക്ഷൻ മൊത്തം ഇത് തന്നെയാണ്. വെർമോറയാണ് ഇത് മൊത്തം. വെർമോറ ഇത്രയധികം ഏരിയ ഈ മൊത്തം ഇത് അവരുടെ സ്റ്റുഡിയോ ആണ്. സ്റ്റുഡിയോ ആണ്. 60,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ. അതിലിപ്പോ ഒരു ഭാഗം മാത്രമായിട്ടുള്ളൂ നമ്മള്. ഓ ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ, നല്ലൊരു ഷെയ്ഡും വൈറ്റ് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ അല്ലേ. ഇതും ഒരു മാർബിളിന്റെ ഒരു ഗ്രാനൈറ്റ് അതിന്റെ ഒരു ഫിനിഷിംഗ് വരുന്നത് അല്ലേ. ഇതും ഗ്ലോസിയിലെ വരുന്നത്. എന്താ ഗ്ലോസി വേണോ മാറ്റ് വേണോ പിന്നെ എന്തൊക്കെയാന്ന് പറഞ്ഞത്? ഗ്ലോസി ഉണ്ട്, മാറ്റ് ഉണ്ട്, സോഫ്റ്റ് മാറ്റ് ഉണ്ട്, ടെക്സ്റ്റ് മാറ്റ് ഉണ്ട്, പലതരം മാറ്റുകളുണ്ട്. പിന്നെ ഫെദർ മാറ്റ് നമ്മളിപ്പോ നേരത്തെ പായെണ്ണ മാറ്റ് വേണമെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ വേണം ഒക്കെ ഇവിടെ ഉണ്ട്. ഇതും അതിന്റെ ഒരു അവരുടെ തന്നെ. ഇത് ബാത്റൂമിലേക്കാം മോണോക്രോമ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് ബാത്റൂമിന്റെ ഫ്ലോർ ചെയ്യാം, മെയിൻ ഫ്ലോർ ചെയ്യാം. ഇപ്പൊ എല്ലാവരും കളേഴ്സിലേക്കൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങിയില്ല, മെയിൻ ഫ്ലോർ ഒക്കെ ചെയ്യാം. ഇത് ടോണ്ട് ബോഡിയാണ്. ടോണ്ട് ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഈ സെയിം കളർ തന്നെയായിരിക്കും നമുക്ക് ഇതിന്റെ കിട്ടുക. സൈഡ് വേറെ ഫുൾ ബോഡി ആയിരിക്കില്ല, കളർ ബോഡി എന്ന് പറയും. നമ്മൾ എല്ലാത്തിനും ടൈലിന് ഫുൾ ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് മോൾഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കളർ ബോഡിയാണ്. അപ്പൊ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും നമ്മൾ മോൾഡ് ചെയ്ത് കഴിയുമ്പോൾ. ടോണ്ട് ബോഡി എന്ന് പറയും. അപ്പൊ ഇതിന്റെ തന്നെ നിങ്ങൾ മാച്ചിങ് വെച്ചു മാത്രം. നിർബന്ധമൊന്നുമില്ല, നമുക്ക് എങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കൊടുക്കാം. അതെ, ഇതിപ്പോ നമുക്ക് മെയിൻ ഫ്ലോർ കൊടുക്കുകയാണെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഏരിയ ഒക്കെ വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം. പാഷ്യോയോ അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് ഹൈലൈറ്റ് ചെയ്യാം. വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങൾക്ക് ഐഡിയ ഇല്ലെങ്കിൽ ഇനി ഇവിടെ ഇതിനു വേണ്ടി ഐഡിയ പറഞ്ഞു കൊടുക്കാം. വന്നാ മതി. ഇതോ ബാക്കിലേക്ക് ഇങ്ങനെ തള്ളണോ ആ കാര്യം ഞാൻ മറന്നു. ഇവിടെ നമ്മളൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതേപോലെ ഈ സെയിം ടൈലിന്റെ തന്നെ ലേ ചെയ്തേക്കുന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനോട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ചെറിയ സാമ്പിൾസും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും ഹൈലൈറ്റ് ചെയ്ത സംഭവമാണല്ലോ. അതെ അതെ, നമ്മൾ ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് മാറ്റ് അല്ല, ഇത് ടൈലാണ്. അല്ല പെട്ടെന്ന് കാണുമ്പോ ഒരു മാറ്റ് ഇട്ട ഇത് നമുക്ക് വേണമെങ്കിൽ വാള് കൊടുക്കാം. ടി വി യൂണിറ്റ് വാളോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടൈൽ കൊടുക്കാം. 4x2 സൈസ്. ഓക്കെ, ടി വി വാള് അങ്ങനെ അല്ലേ. ഓക്കെ, അപ്പൊ ഇതിനും ഓപ്ഷൻസ് ഉണ്ട്. ഇത് ജസ്റ്റ് അപ്പൊ ഇവരുടെ സൈറ്റിൽ കയറി നോക്കിയാൽ കുറച്ചുകൂടി ഡിസൈൻസ് കിട്ടൂല. എന്നിട്ട് അത് ഇവിടെ വന്ന് ചോദിച്ചാൽ മതി. കാരണം ഇത് ഇവിടെ തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ. വേറെ കടയിലേക്കൊന്നും പോകാൻ പറ്റില്ല, വേറെ ഷോറൂമിലേക്ക് പോകാൻ പറ്റില്ല. അത് ഇവിടെ തന്നെ ഉള്ളൂ. 18 ഫിനിഷസ് ഉണ്ട് അവർക്ക്. വെർമോറയ്ക്ക് അത് വെർമോറയ്ക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി ബ്രാൻഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം ഒരു 3-4 ഫിനിഷസ് ഉണ്ടാവുള്ളൂ. ഒന്നില്ലെങ്കിൽ ഗ്ലോസി, അതായത് പോളിഷ്ഡ്, അല്ലെങ്കിൽ മാറ്റ്, സോഫ്റ്റ് മാറ്റ്, ടെക് മാറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സാറ്റിൻ മാറ്റ് ഇതൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവർക്ക് 18 ഫിനിഷസ് ഉണ്ട്. 18 ഫിനിഷസ്. അപ്പൊ കുറച്ചുകൂടി ഡിമാൻഡ് കൂടും. അതെ, ഇത് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നിങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് കേരളത്തിൽ ഇപ്പൊ നമ്മളിപ്പോ ഇത് ഓപ്പൺ ആയിട്ടില്ല. ഇതിപ്പോ ജസ്റ്റ് നമ്മളിപ്പോ എല്ലാവരും ജസ്റ്റ് കസ്റ്റമേഴ്സിനെ കാണിക്കണമല്ലോ. അപ്പൊ നമ്മള് കസ്റ്റമേഴ്സിനെ കാണിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലി നമ്മൾ ഇത് ഓൺ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മള് ഒഫീഷ്യലി ഓപ്പൺ ചെയ്തിരിക്കുന്നു കേരളത്തിൽ. ഇവിടെ മാത്രം. ഏതാ ബ്രാൻഡ്? വെർമോറ. യെസ്. ഇനി നമ്മുടെ ചാനലിൽ ഇങ്ങനെ കിടക്കട്ടെ മൊത്തത്തിൽ അങ്ങോട്ട് വിശാലമായിട്ട്. ഇതിന്റെ ഡിസൈൻസ് കാര്യങ്ങൾ കൂടുതൽ കാണണമെങ്കിൽ എന്തായാലും അവരുടെ യൂട്യൂബ് ചാനലിൽ നോക്കണേ. ഇട്ട് തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല, ഇട്ട് തുടങ്ങിയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇട്ടാ മതി. തീർച്ചയായിട്ടും നമ്മൾ ലോഞ്ച് ചെയ്തു. നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ആ ഒരു ഫിനിഷ് വെച്ചിട്ട് അത് കളർ കോമ്പിനേഷൻ ചെയ്തേക്കുന്നത്. മെയിൻ വാള് ഒരു ലെഡ്ജ് വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ശരിക്കും 1, 2, 3 ഡിസൈൻസ് ഇതിൽ വന്ന 3 ആക്ച്വലി 4 അടിയിൽ ഫ്ലോറും കൂടി കൂട്ടുമ്പോൾ 4 ഡിസൈൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ റേറ്റ് വൈസ് ഇപ്പൊ ഇത് എടുക്കുമ്പോൾ ഇത് എടുക്കുമ്പോൾ സെയിം റേറ്റിൽ തന്നെയായിരിക്കും. നിങ്ങൾക്ക് കളർ മാത്രം വ്യത്യാസമായിരിക്കും. കളർ ചേഞ്ച് ചെയ്യും, അതിന് റേറ്റ് കൂടുതലാണ് അങ്ങനെ ഒന്നും മനസ്സിൽ വിചാരിക്കണ്ട. എന്തായാലും റേറ്റ് അല്ല, ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഭംഗി അതൊക്കെ ചിന്തിക്കുമ്പോ പോന്നു അല്ലേ. ഓക്കെ, ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ആക്ച്വലി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, കാണിക്കുകയാണെങ്കിൽ കുറെ ഉണ്ട്. അതൊന്നും നമ്മൾ ഓടിപ്പിച്ചൊന്നും കാണിച്ചിട്ടുള്ളൂ. നിങ്ങളൊക്കെ വരുമ്പോൾ സമയം എടുത്തിട്ട് വരാം. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് ഒന്ന് പോയാലോ. ഇനി ഇവിടെ കൂടുതലും ഡെക്കോർ ടൈൽസ് ആണ്. നമുക്ക് ഫ്ലോറും വാളും ഒക്കെ ചെയ്യാം. ഡെക്കോർ ടൈൽസ് ആണ്. അപ്പൊ നമുക്ക് ആ അറ്റത്തുനിന്ന് പിടിക്കാം അല്ലേ. ഇവിടുന്ന് പിടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. തീർച്ചയായും. പിന്നെ അവിടെ വേറൊരു ഷോറൂം ഉണ്ട് നിങ്ങൾക്ക്, അവിടെ പോണം. ഓക്കെ, ഇനി ഇതൊക്കെ നമ്മൾ ഡെക്കോർ ടൈൽസ് ആണ്. ഓക്കെ, റൗണ്ടിലും വരുന്നുണ്ടല്ലേ. ഞാൻ സ്ക്വയർ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ, ഇപ്പൊ റൗണ്ടിലും ഉണ്ടല്ലേ. നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ മറ്റേ നമ്മുടെ സ്റ്റെയർ കേസ് വാളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സോഫ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്തു കൊടുക്കും. നമുക്ക് ഇത് മാത്രമല്ല കസ്റ്റമൈസ് ചെയ്യാട്ടോ. ഡിസൈൻ ഒക്കെ കസ്റ്റമൈസ് ചെയ്യാം. മാന്നെ മാത്രമല്ല, വേറെ വേണമെങ്കിൽ നമ്മുടെ പിക്ചർ വേണമെങ്കിൽ വെക്കാം. സത്യം കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ശരി, അടിപൊളി.
നമ്മള് എന്ത് ഫോട്ടോ കൊടുത്താലും കുട്ടികളുടെ ഫോട്ടോ ആയാലും എന്തായാലും ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ. ഇനിയിപ്പോ നമുക്കൊരു ഐഡിയ പോലും ഇല്ല നമുക്ക് അങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു വീട് പണിയുമ്പോ അതിന്റെ ഇന്റീരിയർ വർക്ക് അത് നിങ്ങൾ ചെയ്ത് തരും എങ്ങനെയാണ്? അപ്പൊ ഏകദേശം നമ്മുടെ സ്റ്റാഫുകളൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും. ഏകദേശം ഒരു ഐഡിയ ഒക്കെ കൊടുക്കും. എങ്ങനെയൊക്കെ ചെയ്യണം പണിക്കാരെ വരെ നമുക്ക് ഇവിടുന്ന് കിട്ടും. വർക്കേഴ്സിനെ കൊടുക്കാം. അതും കൊടുക്കാം. കാശ് നിങ്ങൾ ലീഫാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ലണ്ടനിൽ പോയ ഒരു ഇതില്ലേ, പാരീസ്. ഞാനും പോയാ. അടിപൊളി. ഇതൊക്കെ ശരിക്കും ഒരു വോളിലേക്ക് ഇതിപ്പോ 4:2 സൈസ് ടൈലാണ്. ഇത് നമുക്ക് 8:4 സൈസ് സ്ലാബിലും ഇത് ഒറ്റ പിക്ചർ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ഈ ജോയിന്റ്സ് ഒന്നും ഉണ്ടാവൂല. ഇതിപ്പോ 4:2 അല്ലേ, 8:4 ചെയ്യാം. ഓക്കെ. അപ്പൊ ഫുൾ ആ ഒരു പിക്ചർ അതിൽ ഒരെണ്ണത്തിലായിട്ട് കിട്ടും അല്ലേ? ഓക്കെ. ഇതും അതിലേക്ക് പറ്റി. ഇത് നമ്മുടെ ചെറിയ നോർമൽ. ഇതും അത് തന്നെ. സെലക്ട് ചെയ്യാനുണ്ട്. വരുമ്പോ ഫാമിലി ആയിട്ട് വരാ. പിന്നെ അതെടുത്തു ഇതെടുത്തു എന്ന് പറയാൻ നിൽക്കണം. ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് വരാ, പിള്ളേരൊക്കെ ആയിട്ട് ഇതൊക്കെയാണ്. അപ്പൊ കുറെ കൂടുതൽ സമയം എടുക്കേണ്ടി വരും. എന്താണെന്നറിയാം, 4 ആൾക്കും 4 സജഷൻ ആയിരിക്കും. ഇത് വേണോ അത് വേണം, കാരണം എല്ലാം നല്ലതാണല്ലോ. ഇത് കണ്ടോ, ഇത് ചെറിയ ചെറിയ പീസസ് ആണ് കേട്ടോ. ഞാൻ അതാണ് ബിസ്ക്കറ്റ് കഷ്ണം പോലെ ഇത്ര ഉള്ളൊന്ന് സംഭവം. പക്ഷെ ഇതിനും ഉണ്ടല്ലോ അതിൻ്റെതായിട്ട് ഭംഗി. നമ്മൾ കാണുമ്പോഴാണ് ആ പിക്ചർ ഫുള്ളാവുന്നത്. ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരും. വെച്ച് സെറ്റ്. അപ്പൊ ഇതിന് ഫില്ല് ചെയ്യണ്ട, ഫില്ലർ വേണ്ടി വരില്ല. ഫില്ലർ നമുക്ക് എപ്പോക്സി കൊടുക്കാം. എപ്പോക്സി കൊടുക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. അത് നിർബന്ധം ഉണ്ടോ ഇതിന്? നിർബന്ധമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് അടിയല്ലല്ലോ, അടിയാകുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു. ഓ, അപ്പൊ ഇങ്ങനെ ഞാനും എടുക്കട്ടെ ഒരു ബിസ്ക്കറ്റ്. ഇത് വെറുതെ ഒട്ടിക്കല വേണ്ട, ബിസ്ക്കറ്റ് കഷ്ണം പോലെ ഇങ്ങനെ എടുക്കാൻ സുഖമായിട്ട്. അടിപൊളിയായിട്ടോ, ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് നമ്മളിപ്പോ നിങ്ങളിപ്പോ ഈ വെച്ചിരിക്കുന്ന പോലെ, ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പോലെ ഇതെന്തായാലും നമുക്ക് വോളിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മൾ ഗമ്മിൽ തന്നെ ചെയ്യണം. ഇതിപ്പോ നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടല്ല. ഡിസ്പ്ലേ നാളെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേഞ്ച് ചെയ്യാം. അല്ല, ഇത് എളുപ്പപ്പണിക്ക് നമുക്ക് നാളെ വേറെ ഡിസൈൻ മാറ്റണം. വീട്ടിലത്തെ കാര്യം പറഞ്ഞത് അങ്ങനെ പറ്റില്ല. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല പ്ലൈവുഡിലൊക്കെ ചെയ്തിട്ട് സിലിക്കോണൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് പൊളിച്ചെടുത്താലും പൊട്ടൂല. നമ്മൾ കൂടുതൽ ഡിസ്പ്ലേ ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. സിലിക്കോണിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് അവിടെ മാറ്റണമെന്നുണ്ടെങ്കിൽ പൊളിച്ചു മാറ്റാം. അല്ല, അത് ഞാനൊരു ടിപ്പ് പറഞ്ഞു കൊടുത്തതാ. ഞാൻ നാളേക്ക് വേറെ മാറ്റണം എന്ന് തോന്നി. അപ്പൊ ഒരു ഐഡിയ ഇല്ലോ. ഓക്കെ. അടുത്തത് ഇതെല്ലാം നമ്മുടെ ഡെക്കോ ടൈൽസ് ആണ്. ഇതും അങ്ങനെ തന്നെ വരുന്നത്. വെറൈറ്റികൾ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. നമുക്ക് കസ്റ്റമേഴ്സ് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, നമുക്ക് തമിഴ്നാട് നിന്നൊക്കെയാണ് കസ്റ്റമേഴ്സ്. ഡെലിവറിയുടെ കാര്യം ചോദിക്കാൻ ഡെലിവറി നമ്മൾ ഫ്രീ കോസ്റ്റ് നമുക്ക് ഡെലിവറി കൊടുക്കാം. ഫ്രീ ആയിട്ട് ഡെലിവറി. നമ്മൾ തമിഴ്നാടൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ ഡെലിവറി കൊടുക്കുന്നത്. അത് പക്ഷെ കൂടുതൽ എടുക്കണം. ഏരിയ കുറച്ചുണ്ടാവണം. അല്ലാതെ നമ്മൾ ഒരു 500 സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നമുക്ക് അത് കുറച്ച് ബുദ്ധിമുട്ട് വരും. അതല്ല, അങ്ങനെയല്ല, നമുക്ക് വേറെ ക്ലബ് ചെയ്ത് വിടാമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേറെ ഒരു കസ്റ്റമറെ, ഇപ്പോൾ തമിഴ്നാട് കസ്റ്റമറെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ക്ലബ് ചെയ്ത് വിടാൻ പറ്റും. അപ്പോൾ അത് അവർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം നമുക്ക് ആ കസ്റ്റമർക്ക് ചിലപ്പോൾ 1 മാസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ കസ്റ്റമർ അതുപോലെ തന്നെ ഗ്യാപ്പിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, ഫ്രീ ആയിട്ട് അങ്ങനെ കിട്ടണം. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏരിയ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം, ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ഡെലിവറി വേണമെങ്കിൽ. ഇനി എത്ര ഏരിയ എന്താണെന്ന് അത് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. അത് നമ്മൾ പറയുന്നില്ല കാര്യങ്ങൾ. കാരണം അത് ഓരോ വീട്ടുകാർക്ക് അത് ബാധിക്കും. ഏരിയ കുറവും കൂടുതലെന്ന് പറഞ്ഞിട്ട് ആ വിഷമം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ഏരിയ എന്ന് വെച്ചാൽ അത് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. ഇതെല്ലാം ആ ചെറിയ സൈസിൽ വരുന്ന ടൈൽസാണ്. ഈ ഇങ്ങനെ നമുക്ക് വാൾ ചെയ്യാനാണ്, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ബാത്റൂമിന്റെ വാൾ, ഏതെങ്കിലും ചെറിയൊരു വാൾ ഹൈലൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാഷ് കൗണ്ടർ ഏരിയ ഹൈലൈറ്റ് ചെയ്യാം. ഇത് സംഭവം ടൈലാണ്. ഇതോ? ഇത് നമ്മൾ ഒരു ഫ്രെയിമിൽ വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ വെച്ചിട്ടുള്ളത്? നമ്മൾ വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇതിങ്ങനെ ടൈലായിട്ട് കിട്ടുള്ളൂ. അത് ഞാൻ എടുത്ത് ചോദിച്ചാൽ ചിലപ്പോ എല്ലാരും വിചാരിക്കും ഇത് ഇങ്ങനെ തന്നെ കിട്ടും എന്നുള്ളത്. അത് എടുത്ത് ചിലര് ഫസ്റ്റ് ടൈം വീട് വെക്കണവരാകുമ്പോ ഇത് എങ്ങനെ വെക്കും, എന്ത് വെക്കും, എങ്ങനത്തെ ടൈലിടാം. പക്ഷെ ഒരു വീട് പണിയുമ്പോ എന്തൊരു ടെൻഷൻ കാര്യങ്ങൾ. ഇനി ഒരു സംശയം കൂടി ചോദിക്കില്ല, ഏറ്റവും അവസാന ഘട്ടമാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഈ അവസാന ഘട്ടം വരുമ്പോ പൈസയുടെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സഹായം EMI നമുക്ക് ഇപ്പൊ നമ്മള് നിലവിൽ ചെയ്യുന്നില്ല. EMI ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു വേറെ പല പ്രശ്നങ്ങളും നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ EMI ചെയ്യുന്നില്ല. എന്നാലും നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, സൈറ്റ് ഡെലിവറി കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഫ്രീ ഡെലിവറിനെ തന്നാ പറഞ്ഞപ്പോ പകുതി ആശ്വാസമായി. ആ ഡെലിവറി കാശ് തന്നെ നല്ലൊരു എമൗണ്ട്. അപ്പൊ ഞാനത് എടുത്ത് ചോദിച്ചത്, ചിലർ ഞാൻ അത് വിളിച്ചിട്ട് ചോദിച്ചോണ്ടിരിക്കും EMI ഉണ്ടോ, EMI ഉണ്ട്. കാരണം എന്താ വെച്ചാൽ വീട് ഒരു കസ്റ്റമർ ചോദിച്ചായിരുന്നു EMI ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഇതിൽ കൂടെ തീർത്തു കൊടുത്തിട്ടുണ്ട് ആ സംശയങ്ങൾ നമ്മള്. ഓക്കെ, ഇത് നോക്കാൻ തന്നെ ഇങ്ങനെ ഇത് കുറെ ഉണ്ടെന്ന്. അങ്ങനെ ഇതും ലീഫ് ടൈപ്പ് ആണല്ലേ? ഓക്കെ. ഇത് കിച്ചൺ ആണോ, എന്താ പറയാ, ലിവിംഗ് റൂം ആണോ, ഡൈനിങ് ആണോ, ബെഡ്റൂം ആണോ, എവിടേക്കായാലും നമുക്ക് ഇവിടെ സംഭവം ഉണ്ട്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇതല്ലാണ്ട് നമുക്ക് അതിന്റെ ഉള്ളിലേക്കുള്ള ആക്സസറീസും
എല്ലാം ഉണ്ട് നമുക്ക്. ഗ്രാനൈറ്റ്, സാനിറ്ററി എല്ലാം ഉണ്ട് നമുക്ക്. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ പതിയാറ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് നമ്മള് മാറ്റിയേക്കാണ്. ഞാനതാ പറഞ്ഞത്, ഇത് വിശാലായിട്ട് കിടക്കാണ്. അപ്പുറത്ത് റോഡിന്റെ അപ്പുറത്തേക്ക് കിടന്നാലും പതിയാര, റോഡിന്റെ ഇപ്പുറത്തേക്ക് കിടന്നാലും പതിയാര. പതിയാറ എന്ന് പറഞ്ഞിട്ട് പതുക്കേന്നാണ് നമ്മൾ ശരിക്കും അതിനെ മലയാളത്തിൽ പറയണത്. പക്ഷെ അങ്ങനെ പതുക്കേന്ന് പറയണ്ട, നിങ്ങൾ സ്പീഡിൽ ഇങ്ങോട്ട് പോന്നു അല്ലേ. പതിയാറ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം അതല്ലേ വരുന്നത്. അർത്ഥമല്ല ശരിക്കും, ആക്ച്വലി പതുക്കെ അങ്ങനെ വേണ്ടട്ടാ, സ്പീഡ്. ഓക്കെ, ഞാൻ അപ്പുറത്തേക്ക് പോലെ. ഓക്കെ, ഇതെല്ലാം നമ്മള് ഡെക്കോർ ടൈൽസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ളില് ഇത് ഏതാ ശരിക്കും ബ്രാൻഡ് ഒക്കെ? ഇത് നമുക്ക് സ്പെയിനാണ്, ഇമ്പോർട്ടഡ് ബ്രാൻഡ് ആണ്. സ്പെയിൻ ഇമ്പോർട്ടഡ് ആണ്. ഓക്കെ, ഇതൊക്കെ ശരിക്കും നമ്മുടെ ക്ലേ തന്നെയാണ്. ഇത് കണ്ടോ, നമുക്ക് ഫ്ലോർ ഒക്കെ ചെയ്യാം. പണ്ടത്തൊക്കെ നമ്മള് പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തോണ്ടിരുന്നത്. ഇത് അവരെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് വരെ ചെയ്യാം, നമുക്കത് മോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബ്രിട്ടീഷില് അല്ലെങ്കിൽ അവിടെ സ്പെയിനിലൊക്കെ പോയി ആ ഒരു ഫീല് കിട്ടും. അപ്പൊ ഞാൻ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ. ഇതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? അവരുടെ ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടല്ലേ? സാധാരണ എല്ലാം ടൈലിൽ അങ്ങനെ ഉണ്ടാവില്ല. അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ. പക്ഷെ ഇത് വീട്ടിലിട്ട് കഴിഞ്ഞാൽ അത് കാണില്ല കേട്ടോ, അത് ഫില്ലായി പോക്കോളും. പക്ഷെ എന്നാലും നമുക്കൊരു സമാധാനം, നമ്മൾ അതാ ബ്രാൻഡിന്റെ ആണ്. അപ്പൊ ഇത് അവരുടെ ബ്രാൻഡ് എന്നുള്ള ഇത് ആരെ ഹൈലൈറ്റ് ചെയ്യാം, നമുക്കറിയാൻ വേണ്ടിട്ട്. അപ്പൊ മെയ്ഡ് ഇൻ സ്പെയിൻ, ഇമ്പോർട്ടഡ് ആണ്. അപ്പൊ ഇമ്പോർട്ടഡ് എന്ന് വിചാരിച്ചിട്ട് പേടിക്കണ്ട, വന്നോ ധൈര്യമായിട്ട്. നമുക്ക് എന്തായാലും ടച്ച് ആൻഡ് ഫീൽ ചെയ്യണതിന്റെ ഒരു വ്യത്യാസം വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ വരുന്നത് നമുക്ക് ഡെക്കോർ കൂടുതലും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമുക്ക് ഫ്രണ്ട് എലിവേഷനൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ കേട്ടോ. ടൈൽ തന്നെയാണ്. സാധാരണ നമ്മൾ പണ്ട് സ്റ്റോണൊക്കെ ഒട്ടിച്ചോണ്ടിരുന്നത്. ഇതിപ്പോ ടൈൽ ആ സ്റ്റോണിന്റെ തന്നെ സെയിം ലുക്ക് കിട്ടുന്ന ടൈൽസ് ആണ് ഇത്. ഇതും ലീഫാണ്. ഇടയ്ക്ക് അത് മറക്കാം. സ്റ്റോണിന്റെ തന്നെ ആ സെയിം ലുക്ക് ഇതിന്റെ ശരിക്കും ആ പിക്ചർ വരെ കൊടുത്തിട്ടുണ്ടല്ലേ, എങ്ങനെയാ ചെയ്യണം എന്നുള്ളത്. അപ്പൊ വർക്കേഴ്സിന്റെ ബുദ്ധിമുട്ട് വേണ്ട, ടൈലിന്റെ ബുദ്ധിമുട്ട് വേണ്ട, ഒക്കെ ഇവിടെ റെഡിയാണ്. ഇനി പൈസ ആയിട്ട് വന്നാൽ മതി, ബാക്കിയൊക്കെ ഇവിടെ സെറ്റ് ആണ്. ഇനി മാറ്റ് വേണോ, ഗ്ലോസി വേണോ, അതൊക്കെ. ഇതിനെ കുറിച്ച് 1-2 വാക്ക് പറയാം. ഇത് നമ്മൾ ചെറിയൊരു പോർഷൻ ഒക്കെ ഹൈലൈറ്റ്, കുറച്ച് റേറ്റ് കൂടുതലാണ്. അത് MRP 2500 ഉണ്ട്. അല്ല, അത് കാണാൻ അതിനുള്ളത് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ചില ഏരിയകൾ നമ്മൾ ഇതേപോലെ തന്നെ ബാർ കൗണ്ടേഴ്സിന്റെ അതിന്റെ വാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ, ഇതുപോലെ ഹൈലൈറ്റ് ചെയ്യാം. ചെറിയൊരു വാളൊക്കെ. അത് പക്ഷെ എത്രന്റെ ഇത് വരുന്നത്? ടൈലാണോ ഇത്, പീസസ് ആണോ? ഇത് പീസ് എന്ന് വെച്ചാൽ ഒരു മെഷ് ആണ്, ബാക്കിൽ ഒരു മെഷ് ഉണ്ട്. ആ മെഷിലാണ് ഇത് വരുന്നത്. ഏകദേശം 1 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. 1 സ്ക്വയർ ഫീറ്റ്. ഞാൻ അത് അറിയാൻ പറ്റുന്നില്ല, അതാ ചോദിച്ചത്. ചെറിയ ഒരു മെഷ് എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ഇത്ര ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇത് വേറെ ഒത്തിരി കളേഴ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. പല ഷേപ്സ് ഉണ്ട്. ഇത് കണ്ടോ, പല ഷേപ്സിലുണ്ട്. ആഹാ. അപ്പൊ ഇനി ഇതിനു വേണ്ടി ഒരു ബാർ കൗണ്ടർ ഉണ്ടാക്കേണ്ടി വരും. സംഭവം കിടു. ഇതൊക്കെ 2x2 സൈസ്. സോറി, ഇത് 2x1 ആണ്. ഇതിന്റെ 2x സൈസ് 2x2 ഉണ്ട്. ഇത് ഫുൾ അതിൻ്റെതായിട്ടുള്ളത് കാണിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് വരുന്നില്ല. പക്ഷെ എന്തായാലും അതിന്റെ ഒരു പിക്ചറിന്റെ ലുക്ക് കാണിക്കുമ്പോഴേ നല്ല അടിപൊളി ലുക്ക്. പല ഷേപ്പ് ഉണ്ടല്ലേ? പല ഷേപ്പ് ഉണ്ട്. ഞാൻ ഇതിൽ തീർന്നു വിചാരിച്ചത്. ഷേപ്പുകളുണ്ട്. മുകളിൽ വേറെ ഷേപ്പാണ്, അടിയിൽ വേറെ ഷേപ്പാണ്, ലീഫ് ഉണ്ട്. എന്തായാലും ഇത് ഇവിടെ തരുന്നില്ല. ഞാനിത് കൂടുതൽ എടുത്ത് കാണിക്കില്ല, കാണണമെങ്കിൽ അവരിങ്ങോട്ട് പോകാം. അതായിരിക്കും നല്ലത്. ഇനി 1 മാസം കഴിയുമ്പോഴേക്കും, അതെ, 1 മാസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ വേറെ ഡിസൈൻസ് ഒക്കെ ഔട്ടാ വരാ. ഇപ്പൊ ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും, എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇനി ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് നമുക്ക് പോവാം അല്ലെ. ഇത് ലിയോളി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. 8-4 സൈസ്. ഇത് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇത് കുറച്ച് എംബോസ്ഡ് ആണെന്ന് തോന്നും. പക്ഷെ ടച്ച് ചെയ്ത് നോക്കി ഗ്ലോസി ആണ്, എംബോസ്ഡ് അല്ല. ശരിക്കും ഞാൻ അതാണ് 2 വാക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞത്. ടച്ച് ആൻഡ് ഫീൽ ചെയ്യുമ്പോ വെറും പ്ലെയിൻ ആണ്. അതെ, ശരിക്കും നമ്മൾ ഗ്ലോസി ടൈല് ഫ്ലോറിലിട്ട പോലെ. അതെ, ഒരു 3D എഫക്ട് നമുക്ക് ശരിക്കും വലിയൊരു എന്താ പറയാ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇടുന്ന ഒരു ഫീല്. അതെ അതെ, ആ ഒരു സെയിം ഫീല് കിട്ടും കേട്ടോ. എന്തായാലും നമുക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാം ഇതിൽ കൂടെ. ഇനി ഇപ്പുറത്തെ ഒരു സൈഡ് എന്തോ സംഭവം കണ്ടല്ലോ ഞാൻ. ഇതാണോ വലിയ ടൈൽ അവിടെ നമ്മൾ കണ്ടത്? ഇതും 10 അടി ഹൈറ്റ്. ഇത് ലിയോളി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. മറ്റേത് 2 ഫിനിഷ്, നമുക്ക് പോളിഷ് ഫിനിഷും മാറ്റ് ഫിനിഷും ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള. പിന്നെ ഇവിടെ ഒരു ഇതാണ് നെക്സിയോൺ ഇസ്പിര. ഇതെന്താ സ്പെഷ്യൽ? ഇതൊരു ഇറ്റാലിയൻ കൊളാബറേറ്റഡ് ബ്രാൻഡാണ് ഇത്. ഓക്കെ, ഇറ്റാലിയൻ കൊളാബറേറ്റഡ്. ഇതിന്റെ നമുക്ക് 3 ഫിനിഷസ് കിട്ടും. അതായത് പോളിഷ്ഡ് ഫിനിഷ് കിട്ടും, സോഫ്റ്റ് മാറ്റ് കിട്ടും, ടെക് മാറ്റ് കിട്ടും. ടെക് മാറ്റ് എന്ന് പറഞ്ഞാൽ മാം ഞാൻ കാണിച്ചു തരാം. സോഫ്റ്റ് മാറ്റ്, സോറി, ഇത് സോഫ്റ്റ് മാറ്റ് ആണ്. ടച്ച് ചെയ്താൽ നമുക്ക് അതിന്റെ ഫീൽ അറിയാൻ പറ്റുള്ളൂ.
നമ്മൾ ഗ്ലോസി പോലെ തന്നെ ഇപ്പൊ നമ്മൾ അവിടെ ഫെദർ മാറ്റ് എന്ന് പറഞ്ഞാൽ ഫെദർ മാറ്റ് അല്ല കേട്ടോ. ഫെദർ മാറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആണ്. പക്ഷെ ഇത് സോഫ്റ്റ് മാറ്റ് എന്ന് പറയും അവരുടെ. പക്ഷെ കാണുമ്പോൾ നല്ല മാറ്റ്, ടച്ച് കഴിയുമ്പോൾ സോഫ്റ്റ് മാറ്റ്. ഇത് തന്നെയാണ് നമ്മൾ ഇത് അവിടെ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന് നമുക്ക് സൈസസ് എല്ലാ സൈസസും കിട്ടും കേട്ടോ. അതായത് 4.2 കിട്ടും, 8160 കിട്ടും, 4.4 കിട്ടും, 6.4 കിട്ടും, 8.4 എല്ലാ സൈസും നമുക്ക് അവൈലബിൾ. അപ്പൊ നമുക്ക് ഹാളിലൊക്കെ ഒരു 6.4 സൈസ് ഇട്ടിട്ട് നമുക്ക് റൂംസിലേക്ക് വരുമ്പോൾ ചെറിയ സൈസ്, അതായത് 4.2 വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബഡ്ജറ്റ് കുറച്ചിട്ട് വേണമെങ്കിൽ അപ്പൊ നമുക്ക് 4.2 ഇടാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ സെയിം ഡിസൈനിൽ തന്നെയാണോ ഈ സൈസ്? സെയിം ഡിസൈനിൽ തന്നെ ഇത്രയും സൈസസ് നമുക്ക് അവൈലബിൾ ആണ്. അതും നമുക്ക് 3 ഫിനിഷസ് കിട്ടും. അതായത് ഗ്ലോസി, മാറ്റ്, ടെക് മാറ്റ്. സെയിം ഡിസൈൻ. അപ്പൊ നമുക്ക് ഇത് ഹാളിൽ ഇപ്പൊ നമ്മൾ ഗ്ലോസി കിട്ടുന്ന വിചാരിച്ചാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കിച്ചണിലേക്ക് വേണമെങ്കിൽ നമുക്ക് അതിന്റെ മാറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് കൗണ്ടർ ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് വേണമെങ്കിൽ അതിലും കൊടുക്കാം, സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാത്തിനും റെഡിയാണ്. എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആണ്. 3 ഫിനിഷസ്. ഇത് ഏതാ ബ്രാൻഡ് വരുന്നത്? ഇത് നെക്സിയോൺ ഇസ്പിര. അത് ഈ ബ്രാൻഡിൽ മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ ഇതിന് മാത്രം കിട്ടുള്ളൂ? ഈ ഇത്രയും സൈസസ് ഈ ഒരു ബ്രാൻഡിൽ മാത്രം കിട്ടുള്ളൂ. ബാക്കി സൈസസ് കിട്ടും, മാക്സിമം ഒരു 3 സൈസ് കിട്ടും. അതായത് 4x2, 8160, 6x4 ഇതിനകത്ത് വരുമ്പോൾ എല്ലാ സൈസസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഓരോരോ ബ്രാൻഡിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം നെക്സിയോൺ ഇസ്പിരയുടെ സ്റ്റുഡിയോ കേട്ടോ. നമുക്ക് ലൈറ്റ്, ഡാർക്ക് എല്ലാം ഇതിനകത്ത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫുള്ള് കാണുന്നതല്ലേ. പിന്നെ ഇവിടെ വരുന്ന സംഭവം ഇത് അവരുടെ തന്നെ 4x2 മാറ്റ് ഫിനിഷ്. അതായത് ഇത് 8160 സൈസ് ആണ്. ഇതിൽ നമുക്ക് ഇത്ര പാറ്റേൺസിൽ നമുക്ക് ഇത്ര കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് ജസ്റ്റ് ഡിസ്പ്ലേ ആണ്. ജസ്റ്റ് നമ്മളൊരു ബേസ് കൊടുത്തിട്ട് ബാക്കി ഇതെല്ലാം ഡിസ്പ്ലേ ആണ്. ഇത്ര ഇതിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ സൈസ്. അതേപോലെ തന്നെ അതെ, ഇത് 4x2 സൈസ്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കോമ്പിനേഷൻ പോലെ കൊടുക്കാം. ബാത്റൂം കോമ്പിനേഷൻ, വാളൊക്കെ ഹൈലൈറ്റ് ചെയ്യാം. ഇതൊരു ഗ്രേ ഫിനിഷിംഗ്, ഒരു ഗ്രൂവിംഗ് ഒരു ഫ്ലൂട്ടഡ് ആയിട്ട് വരുന്നത്. ഒത്തിരി കളേഴ്സ് ഉണ്ട് നമുക്ക്. സെലക്ട് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മൾ പറഞ്ഞത് അതിന്റെ സോഫ്റ്റ് മാറ്റ് കൗണ്ടർ ടോപ്പ് ചെയ്തേക്കുന്നത്. 8160 സൈസ്. ഇത് നമ്മൾ പഠിപ്പിച്ചതാണ്. ഇത് പണിപ്പിച്ചതാന്ന് മനസ്സിലായി. ഇനി നമുക്ക് കുറച്ച് വലുപ്പമാണെങ്കിൽ സൈസ് വേണമെങ്കിൽ അത് ചെയ്യാം, വലുപ്പത്തിൽ ചെയ്യാം. ഇതിപ്പോ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കുറച്ച് ഗസ്റ്റുകൾ ഇരിക്കാനായിട്ട് നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. ഒരു 10 ആളോ 12 ആളോ ഒക്കെ ഒരു ഡൈനിങ്ങിൽ ഇരിക്കുമ്പോ അതിന്റേതായിട്ടുള്ള സെറ്റപ്പിൽ ചെയ്യാമെന്ന് നമുക്ക്. അപ്പൊ നമുക്ക് മരത്തിന്റെ വേണോ എന്ത് വേണോ അത് ബേസ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ടോപ്പ് നമ്മൾ തന്നിരിക്കും അല്ലെ. അപ്പൊ ഇത് ഇവിടെ തീരുന്നില്ല. പക്ഷെ ഇനി ഇതൊരു സെക്ഷൻ ആയിട്ടുള്ള ഇനി അപ്പുറത്തെ ഒരു സെക്ഷൻ കൂടി വിശാലായിട്ട് കിടക്കാം. 60,000 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ അതാണ്. അപ്പൊ തീരണില്ലെങ്കിൽ നിങ്ങൾ 2 ദിവസം ഒന്ന് സ്റ്റേ എടുത്തിട്ട് വന്നു കളക്ഷൻസ് കാണാനായിട്ട്. ഈ ഒരു സംഭവം കൂടി എനിക്ക് മാർബിൾ നമ്മൾ പറഞ്ഞില്ലേ പീസ് സ്റ്റോൺ ഗാലറി എടപ്പള്ളിയിൽ, അവിടെയാണ് ഇത് ഫുള്ള് നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു റിസപ്ഷൻ കൗണ്ടർ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. മാർബിൾ ആണ് ചെയ്തേക്കുന്നത്. അടിപൊളി കേട്ടോ. ട്രീറ്റഡ് മാർബിൾ ആണ്. ഇത് വേറെ ഒന്നും ചെയ്യണ്ട, ചുമ്മാ കൊണ്ട് നിരത്തി വിരിച്ചാൽ മതി. ഇതിന് വേറെ ഒന്നും ചെയ്യണ്ട, പോളിഷ് ചെയ്ത് എല്ലാം പോളിഷ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. ഏകദേശം ഒരു 700-750 രൂപ റേറ്റ് ഉണ്ട് കേട്ടോ. സൈസ് നമുക്ക് ഏകദേശം ഒരു 10 അടി ഹൈറ്റും ഏകദേശം ഒരു 4 അടി വീതിയും കിട്ടും ഇതിന്. റോയൽ ഫീലിംഗിലിട്ട് ഇരിക്കണം രണ്ടാളോ, സെറ്റപ്പിലിരിക്കണം രണ്ടാളോ. എന്നാലും ആ ഒരു സെറ്റപ്പിൽ അവിടെ ഇരിക്കേ. ബില്ലിങ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇവിടെ ബില്ലിംഗ് തുടങ്ങിയോ? അല്ലെങ്കിൽ തുടങ്ങിയില്ല. ഓക്കെ. എന്തായാലും ഇനി അവിടുത്തെ കുറെ സ്റ്റാഫ്മാരുണ്ട്, അവിടുത്തെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി നോക്കാം നമുക്ക്. എന്തായാലും ഒന്നുകൂടി അഡ്രസ് ഒന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റില് നോർത്ത് പറവൂർ തെക്കേ 4 വഴിയിലാണ് നമ്മുടെ ഷോറൂം. പിന്നെ യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക്, ത്രെഡ് ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തു. ശരി, അപ്പൊ നമുക്ക് അത് അങ്ങോട്ട് പോവാം. ഇതാണ് അടുത്തൊരു ഷോറൂം എന്ന് പറയുന്നത്. കുറച്ച് സ്പേസ് കൂടിയ ഏരിയ കൂടിയും പറയാം. പിന്നെ കുറെ ചുടമെടുക്കായിട്ടുള്ള കുറെ കുട്ടപ്പികൾ ഉണ്ട് ഇവിടെ. സുന്ദരി കുട്ടികൾ. ഒരു ഹായ് പറഞ്ഞോ. എന്താ ഒരാൾക്കെന്നാണോ കല്യാണം ആലോചിക്കണതാണോ? അതാണ് ഇത്ര നാണം. എന്തായാലും ഇവിടെ തിരക്കൊന്നും നോക്കിയേ, തിരിഞ്ഞു നോക്കിയേ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ പുതിയ പ്രീമിയം ഷോറൂം ഓപ്പൺ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത്ര സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ വെച്ചാൽ തിരക്കാണ്, കസ്റ്റമേഴ്സിന്റെ തിരക്കുണ്ട്. കസ്റ്റമർ ആണോ? അല്ലേ? എന്തായാലും പുതിയ ഇത് ഡിസ്പ്ലേ ഇത് ചെയ്യാനുള്ളത് അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയാലോ? ഓക്കെ. ഇവിടെ പുതിയത് ഓരോ സംഭവം എപ്പോഴും വന്നുകൊണ്ടിരിക്കണത് ഇങ്ങനെ നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ വരുന്ന സമയത്ത് ഏതൊക്കെ മോഡൽസ് വരുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നേരിട്ട് വരിക. അപ്പൊ ഈ ഒരു സെക്ഷൻ ഇവിടെ എന്താ സംഭവം? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് 55 രൂപ സ്ക്വയർ ഫീറ്റിന് 6-4 സ്ലാബ്. ശരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല. 110 രൂപ വരെ ഐറ്റംസ്. അത് 55 രൂപയ്ക്ക് ഇപ്പൊ നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, അകത്തും ഡിസൈൻസ് ഉണ്ട് വേറെ. 55 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണ്. ഇതെല്ലാം 55 രൂപ. അപ്പൊ ഇപ്പൊ നല്ല ഓഫർ സമയമാണ്. 110ന്റെ വെറും 55 രൂപ.
സ്ക്വയർ ഫീറ്റ്. വന്നെടുത്തോ? അപ്പൊ കുറെ ഡിസൈൻസ് ഉണ്ട്. നമുക്ക് ഇനി ഏരിയ ഒന്ന് കവർ ചെയ്ത് പോവാം. മെയിൻ ആയിട്ട് ഞാൻ ഒരു വേറെ നമ്മളെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വന്നത്. അപ്പൊ ഇതൊരു ഏരിയയിൽ ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇപ്പൊ അത്യാവശ്യം സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലേ? ആ, അത്യാവശ്യം സ്റ്റാഫ് ഉണ്ട്. ഇത് നമ്മുടെ സാനിറ്ററിയുടെ കെറോവിറ്റിന്റെ സ്റ്റുഡിയോ ഉണ്ട്, കജാരിയ കെറോവിറ്റ്. വേണമെങ്കിൽ പിന്നീട് വരണമെങ്കിൽ വരാം, ജസ്റ്റ് കാണിക്കാം നമ്മൾ. പോണ വഴിക്കൊന്ന് പറഞ്ഞു പോയത് പിന്നെ ഇവിടെ ഇതൊക്കെ നമ്മള് 55 രൂപ കേട്ടാ. ഇതൊക്കെ അല്ലേ? ആ, ഇതൊക്കെ 55 രൂപ ഇപ്പൊ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ 55 രൂപ. അപ്പൊ 110ന്റെ ഇപ്പൊ 55 രൂപ. അപ്പൊ കുറെ ഡിസൈൻസ് അവൈലബിൾ ആണ്. അപ്പൊ നേരിട്ട് വന്ന് നമുക്ക് ഇത് 55 രൂപ. ഇത് നമുക്ക് എല്ലാത്തിലും ഉണ്ടല്ലേ? ആ, ഉണ്ട്. ഇത് കജാരിയുടെ ആണ് കേട്ടാ. ഇത് റോക്കർ ഫിനിഷ് ആണ്. ഇത് തിക്നെസ് കുറച്ച് കൂടിയതാണ്. ഇതല്ല, ഇത് ഇവിടെ തുടങ്ങി ഇതൊക്കെ 55. അതൊക്കെ 55. അതെ. ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും. ഇതൊക്കെ സിറ്റ് ഔട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് 15 mm തിക്നെസിന്റെ ആണ്, കജാരിയുടെ ആണ്. ഇതിൽ ഇപ്പൊ ഈ 110ന്റെ 55 എന്ന് പറഞ്ഞില്ല, അതില് ഏതൊക്കെ കിട്ടും? ഗ്ലോസി മാറ്റും എല്ലാം കിട്ടും. മാറ്റ് വരുമ്പോൾ കുറച്ച് റേറ്റിൽ വേരിയേഷൻസ് വരും. ഗ്ലോസി ആണ് കൂടുതൽ നമ്മൾ 55 രൂപയ്ക്ക് കൊടുക്കുന്നത്. അത് ടാക്സ് ഉടുപ്പിലാണ് കേട്ടോ, വരാണ്ട് എക്സ്ട്രാ ടാക്സ് ഒന്നും വരില്ല. വേറെ കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. പിന്നെ ഇതും നമുക്ക് ഡെലിവറി കൊടുക്കാം, ഒരു കുഴപ്പമില്ല. 55 രൂപയാണെങ്കിൽ ഡെലിവറി കൊടുക്കാം. ഓക്കെ, ഇതാ ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോണ കുറെ ഉണ്ടല്ലോ വഴികള്. ഇതാണ് നമ്മുടെ ഏരിയ. ഇത് കജാരിയ ഉണ്ട്, സൊമാനി ഉണ്ട്, എക്സാറോ, ഏഷ്യൻ, അങ്ങനെ എല്ലാം ഉണ്ട്. ഇനി ഒന്നിലേക്ക് പുറത്തേക്ക് പോകണ്ട. അപ്പൊ എത്ര തരം സ്റ്റുഡിയോ ഉണ്ട് ഇവിടെ? ഒരു 10-12 സ്റ്റുഡിയോസ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ. 60 എന്നൊക്കെ പറഞ്ഞപ്പോ ഒന്നും അല്ലാതെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കുറവാണ്. ഇവിടെ നടന്നു കഴിഞ്ഞാലല്ലേ കാലമൊക്കെ കഴിക്കും. പക്ഷെ എന്നാലും ഇത് ഈ വെറൈറ്റീസ് ഒക്കെ കാണുമ്പോൾ ഒരു രസം. അതെ, നമ്മളിതേ 38 പറഞ്ഞ 38 നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ 55 പോയി 38 4-2 സൈസ്. ഓ, ആ, സൈസിന് വ്യത്യാസം. സൈസ് ചെറിയ വ്യത്യാസം വരും. നേരത്തെ പറഞ്ഞ സൈസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. 6-4 സ്ലാബ് സൈസ്. അതാണ് 55. ഇത് 38 രൂപ, ടാക്സ് ഉൾപ്പെടെ. ഓക്കെ, ഇതൊക്കെ 38 രൂപ. അത് മാറ്റും ഉണ്ട് കേട്ടോ. ഓക്കെ, എല്ലാം ഉണ്ട്. മാറ്റ് 38 രൂപ കൊടുക്കുന്നത്. മാറ്റാ കിടക്കട്ടെ, അങ്ങോട്ട് കൊണ്ടുപോ. ഫിനിഷ് 38 രൂപ. ഇതൊക്കെ 38 രൂപ. ഓക്കെ. അപ്പൊ ഇത് ബ്രാൻഡ് ഏതാ വരുന്നത്? ബ്രാൻഡ് എല്ലാം സെമി ബ്രാൻഡ്സ് ആണ്. സെമി ബ്രാൻഡ്സിൽ തന്നെ കൊടുക്കുന്നത്. എല്ലാം ഗുജറാത്താണ് സെമി ബ്രാൻഡ്സിൽ കൊടുക്കുന്നത്. പക്ഷെ എന്നാലും പ്രീമിയം ക്വാളിറ്റി. ഒരു കോംപ്രമൈസ് ഇല്ല, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്യില്ല. വേണമെങ്കിൽ വന്നിട്ട് ബോൾ ഇട്ട്. അതെ, ഇവിടെ നമുക്ക് ഇതെല്ലാം 4-2ന്റെ ഗ്ലോസി, ഇതെല്ലാം 4-2ന്റെ മാറ്റ് ഫിനിഷ്, കാർവിംഗ് മാറ്റ് നമ്മൾ 2 സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം സെമി ബ്രാൻഡ്സ് ആണ് വരുന്നത്. മൊത്തത്തിൽ സ്റ്റക്കായി നിൽക്കണം റേറ്റ് കേട്ടിട്ട്. സാധാരണ എല്ലായിടത്തും കേൾക്കുമ്പോ 50-നേക്കാളും മുകളിൽ റേറ്റ് എന്ന് പറയുമ്പോ അത്രയും ക്വാളിറ്റിക്ക് വ്യത്യാസം. ഇതാകുമ്പോ ഞാൻ തന്നെ വന്ന് ഫീൽ ചെയ്യാണ്. നമുക്ക് ആ ഒരു ക്വാളിറ്റിക്ക് അറിയാൻ പറ്റില്ല എന്തൊക്കെയാണെന്നില്ല. അപ്പൊ ഗ്ലോസി ഇപ്പുറത്താണെങ്കിൽ മാറ്റ്. അപ്പൊ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ വീട് പണിയുന്നവർക്കാണെങ്കിൽ നല്ല ഓഫർ അല്ലേ? നല്ല ഓഫേഴ്സ് തന്നെ ഉണ്ട്. ഇതും ഒരു കസ്റ്റമർ തന്നെയാണ് അല്ലേ? ഞാൻ വന്നോട്ടെ അങ്ങോട്ട്. തീർച്ചയായിട്ടും. നിങ്ങൾ കസ്റ്റമർ അല്ലേ? എന്തായാലും ഇവിടെ പർച്ചേസ് ചെയ്യാൻ വന്നതല്ലേ? എങ്ങനെയുണ്ട് സെലക്ഷൻ ഒക്കെ? ഇഷ്ടപ്പെട്ടോ? സെലക്ഷൻ ഇഷ്ടപ്പെട്ടു വരുന്നു. എവിടെ വീട്? വൈപ്പിനാണ്. എത്ര സ്ക്വയർ ഫീറ്റിന്റെ? വേണ്ട, പറയണ്ട, ടാക്സ് വരും. വീട് റെനോവേഷൻ ആണ്. എനിക്ക് അധികം സ്ക്വയർ ഫീറ്റ് ഇല്ല. ഒരു വേണ്ട, പറയണ്ട 400-500 സ്ക്വയർ ഫീറ്റ്. അല്ല, എന്നാലും പറയണ്ട. അത് അല്ല, എന്തായാലും ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പുതിയൊരു വീട് വെക്കാൻ മാത്രമല്ല, ഒരു റിനോവേഷൻ ആയാലും നമുക്കിവിടെ നല്ല സെലക്ഷൻ ഉണ്ട് അല്ലേ? തീർച്ചയായും. ഓക്കെ, അപ്പൊ സെലക്ട് ചെയ്ത് കഴിഞ്ഞോ? അത്യാവശ്യം പേരുള്ളതല്ലേ, അതുകൊണ്ടാണല്ലോ നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരെ വരുന്നത്. ഞാനിത് പറയിപ്പിച്ചതൊന്നല്ല, ഞാൻ ആദ്യമായിട്ട് കാണാം. എന്താ പേര്? മിഠായി മേടിച്ചു തരുമോ? ഇനി പൊക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിരിയാണി മേടിച്ചു പറഞ്ഞോ. അല്ല, പതിയാറ് അത്യാവശ്യം പേരുള്ളത് കൊണ്ട് തന്നെയാണ് കുറേ നാളുകളായിട്ട് നമുക്ക് കേൾക്കുന്നതും അറിയുന്നതുമാണ്. പിന്നെ പൊതുവേ ആ ഭാഗത്തുള്ളവരൊക്കെ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതും പതിയാറ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ. എൻ്റെ പേര് ജോയ്സ്. വേറൊരു കാര്യം അറിഞ്ഞ, കേരളത്തിൽ ഒരു ഇത് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. അതറിഞ്ഞ പുതിയത് ഇപ്പൊ ലോഞ്ച് ചെയ്യാൻ പോണത്. അതൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ? അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല അല്ലേ? എന്താ മോശമായി പോയി. ഫോൺ പിന്നെ എടുക്കാം. അപ്പൊ സർവീസ് മോശമാണെന്ന് ഞാനിപ്പോ പറയേണ്ടി വരും. അങ്ങനെയല്ല, അത് ലോഞ്ച് ചെയ്തിട്ടില്ല ആക്ച്വലി. അതുകൊണ്ടാണ് എടുത്ത് പറയാം. പക്ഷെ നമ്മുടെ ചാനലിൽ കൂടെ അത് ലോഞ്ച് ചെയ്യണം. എന്തായാലും ആ ചാനലിന്റെ ഒരു ഭാഗമാവാനായിട്ട് നിങ്ങൾക്കും സാധിച്ചല്ലോ. അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ ആ ഒരു ബ്രാൻഡിനെ കുറിച്ചൊന്നും മാമിനെ ഒന്ന് അറിയിക്കും. മാം എല്ലാവരും തീർച്ചയായിട്ടും മാമിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. മാമിന് നമ്മുടെ സെയിൽസ് സ്റ്റാഫ് തന്നെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. എന്തായാലും റിനോവേഷൻ അല്ല, അടുത്തൊരു പുതിയ വീട് വെക്കുമ്പോഴും കൂടെ ഇതെന്താ ഇങ്ങനെ
പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൂടെ ഹസ്ബൻഡ് ആണോ? അതെ അതെ അവിടെ നിന്നിട്ട് കുറെ നേരമായി അവിടെ നിന്നിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണ, കൈയൊക്കെ കാണിച്ചു. എന്തായാലും ഇങ്ങോട്ട് വായോ, പല്ല് മാത്രം കാണിച്ചാ പോരാ, ഒരാളെ മതിയാ. എനിക്കത് പറ്റില്ല. വാ എന്തായാലും കാണിച്ചേ പറ്റുള്ളൂ. എന്തായാലും ജസ്റ്റ് ഒന്ന് ഫേസിങ്ങിലും കാണിക്കാലോ. എന്താ പേര്? ലൈജു ചേട്ടാ, ഇവിടെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഇനി വേറെ സ്ഥലത്തോട്ട് പോയിട്ടില്ല. ഞങ്ങക്ക് വേറെ സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ലാന്ന് ഈ ഒരു പേര് കേട്ടുകഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും എത്തിയിരിക്കും അല്ലേ? എന്തായാലും കഴിഞ്ഞില്ലേ സെലക്ഷനൊക്കെ? ഇല്ല, നടന്നുകൊണ്ടിരിക്കണല്ലോ. ഓക്കെ, എന്തായാലും നടക്കട്ടെ. അപ്പൊ താങ്ക് യു ലൈജു ചേട്ടാ. ചേച്ചിയുടെ പേര് ജോയ്സ്. ഓക്കെ, ബിരിയാണി അല്ലേ പറഞ്ഞത്? അതെ, ഇവിടെ ചോദിച്ചോട്ടാ. അടുത്തത് പക്ഷെ ഇത് ബ്രാൻഡാണ്. ഈ ഒരു XRO എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇതെല്ലാം ഗ്ലോസിയാണ്. ഇത് ഗ്ലോസി. ഇവിടെ പിന്നെ നമ്മൾ 80-160 സൈസസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ. വരുമ്പോ കുറച്ച് കളക്ഷൻ ഉണ്ട്. അതെ, തീർച്ചയായിട്ടും വരുമ്പോ കസ്റ്റമർ ഇതാവണമല്ലോ. അതെ, ഇത് ഏഷ്യന്റെ സ്റ്റുഡിയോ ആണ്. ഏഷ്യന്റെ ബാത്റൂം മോക്കപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് അല്ലേ? ഏഷ്യന്റെ ബാത്റൂം മോക്കപ്പ്. ഇത് 80-120 ആണ് സൈസ് വരുന്നത്. സൈസ് കുറച്ച് വേരിയേഷൻ ഉണ്ട്. സൈസ് കുറവിന്റെ ഉണ്ടോ? സൈസ് കുറവിന്റെ ഉണ്ട്. 4x2 സൈസ് ഉണ്ട്. നമുക്ക് ഇത്ര വലിയൊരു ബാത്റൂം വലിയ ബാത്റൂം വേണ്ടവർക്ക് നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം. ചെറിയ ബാത്റൂം വേണ്ടവർക്ക് ചെറിയ സൈസ് ഇതിന്റെ മാറ്റ് ഫിനിഷ് കൊണ്ട് ചെറിയൊരു ബാത്റൂം കോൺസെപ്റ്റ് ചെയ്തേക്കുന്ന മാറ്റ് ഫിനിഷ്. അതിന്റെ തന്നെ സെയിം മാച്ചിങ് ഫ്ലോർ കൊടുക്കാം. വാൾ നമുക്ക് ഇങ്ങനെ രണ്ട് ഷെയ്ഡാണ് ഇതിൽ. അപ്പൊ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് തന്നെ ഫ്ലോർ കൊടുക്കാം. പിന്നെ ഇങ്ങോട്ടും ഏഷ്യൻ ആണ്. ഇത് ഫുള്ള് നമ്മൾ ഏഷ്യന്റെ കോൺസെപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇത് ജസ്റ്റ് അവര് ഒരു മോപ്പപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊന്നല്ല നമുക്ക്. അതെ. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയ വേണമെന്ന് പറയാ, അതിലും നമുക്ക് ചെയ്തു തരും. അതെ, ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ്. ഇതിപ്പോ നമുക്ക് ഇപ്പൊ ഈ സെയിം ടൈല് ഇപ്പൊ മാമിന് ഇതാണ് വാള് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലെഡ്ജ് വാള് ഈ ടൈല് വെച്ചിട്ട് നമ്മളിങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഓഹോ, ഇതിപ്പോ നമുക്ക് ഇത് ഗോൾഡ് ആണ് ചെയ്തിരിക്കുന്നത്. റോസ് ഗോൾഡ് ചെയ്യാം, സിൽവർ ചെയ്യാം. ഈ ഒരു പാറ്റേൺ. അതായത് നമുക്ക് മാമിന് ഏത് ടൈല് ഇതിൽ നിന്ന് ചൂസ് ചെയ്താലും ആ ടൈല് വെച്ചിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും. കസ്റ്റമൈസ് നമ്മൾ ചെയ്തു തരും. സത്യം. ഇതൊന്നും ഒരു വേറെ സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതാണ് പതിയാറേറെ മെയിൻ ഹൈലൈറ്റ്. അല്ല, ഇത് മെയിൻ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതും തന്നെയല്ല, നമ്മുടെ ഫേസ് വെച്ചിട്ട് ആ ഒരു സംഭവം ടൈലിലൊക്കെ ചെയ്യാന്നൊക്കെ പറയുമ്പോ അത് പോസിബിൾ അല്ല. എന്നാലും ഇവരത് പോസിബിൾ ആക്കി തരുന്നത്. കിടക്കട്ടെ. പിന്നെ എവിടേക്കാ തിരിയണ്ട ഇനി അടുത്തത്? വഴി സ്റ്റുഡിയോ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട് നമുക്ക്. ഇതിനകത്ത് നമുക്ക് XRO ഉണ്ട്, ഏഷ്യൻ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വിശാലമായി കിടക്കും. ഇതെല്ലാം 4x2 സൈസസ് ആണ് നമ്മള് ബാത്റൂം മോക്കപ്പ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഡാർക്ക് എല്ലാം. ഇതൊക്കെ കിടക്കുമ്പോ നമ്മുടെ വീട്ടിൽ വന്ന ഒരു ഫീലിംഗ് ആണ്. വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ താമസിക്കാം. അതിനോടൊക്കെ ഏകദേശം മാച്ച് ചെയ്തിട്ട് നമ്മൾ കണ്ട വാഷ് ബേസിൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലേ? സാനിറ്ററി എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ആക്സസറീസ് ഒക്കെ ഇവിടെ ഉണ്ട്. അത് ഫ്ലോർ മുകളിലാണ് വരുന്നത്. അപ്പൊ ഇത് ഫുൾ മോപ്പപ്പ് ചെയ്തിട്ട് എടുത്തിട്ടോ. അത് ഏതാ ബ്രാൻഡ്? XRO ഉണ്ട്, ഏഷ്യൻ ഉണ്ട്. രണ്ട് ബ്രാൻഡ്സ് നമ്മൾ ചെയ്തിരിക്കണം. ഇനി അടുത്തേക്ക് പോവാം. നിന്ന് പോകും. ഓടി പോവാം നമുക്ക്. ഓടാം. ഓടുമ്പോ ക്യാമറ കൂടെ ഓടൂ, ആൾക്കാർ കൂടെ ഓടൂ. ഓക്കെ, ഇനി അടുത്ത കജാരിയ. ഫുള്ളും കജാരിയ. ഓക്കെ, കജാരിയാണ് ഇവിടെ. കജാരിയുടെ നമ്മൾ മോക്കപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഫുൾ സെക്ഷൻ. ഈ ഫ്ലോർ ചെയ്തിരിക്കുന്നത് കജാരിയ തന്നെയാണ് കേട്ടോ. ഇത് മെയിൻ ആയിട്ട് നമുക്ക് കിച്ചണിലേക്ക് ചെയ്യാൻ. ഇപ്പൊ എല്ലാവരും ബെഡ്റൂംസ് ഒക്കെ വരെ കൊണ്ടുപോകുന്നുണ്ട്. ഇതന്നെ സെയിം ലാട്ടാ. ഓക്കെ, ഇത് നമ്മൾ 20-120 സൈസ് ആണ്. 20 സെന്റിമീറ്റർ വീതി ഉണ്ടാവും, 120 സെന്റിമീറ്റർ നീളം ഉണ്ടാവും. ഓക്കെ, ഇത് മാറ്റ് ഫിനിഷിംഗിലാണ് കൂടുതൽ. ഇതിന് ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ അതിന്റെ കളർ ചേഞ്ചസ് കാണാൻ പറ്റും. ഇതെല്ലാം ബാത്റൂം മോക്കപ്സ് കജാരിയുടെ. ഇത് ഫുള്ള് അല്ലേ? അപ്പൊ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ഇപ്പൊ നമ്മൾ ആ ഫ്ലോർ ചെയ്തേക്കുന്നത് തന്നെയാണ് ഇവിടെ ഒരു ബാത്റൂമിന്റെ വാൾ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, നേരത്തെ ഫ്ലോർ ചെയ്തത് അതപ്പോ ഇങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. അടിപൊളി. മിക്സ് ആൻഡ് മാച്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ഒരു ഇന്റീരിയറിന്റെ ആളെ തപ്പണ്ടി വരും. നമ്മുടെ വീടൊക്കെ ഒന്ന് റിനോവേഷൻ ചെയ്യണം. ഇതെല്ലാം പ്ലാങ്ക്സ് ആണ്. ഇതല്ലേ വെറൈറ്റീസ് ഉണ്ട് കജാരിയുടെ. ഡിഫറെന്റ് കളേഴ്സ് അല്ലേ? ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. മാക്സിമം ഡിസ്കൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമർക്ക് വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ വെയർ ഹൗസ് ഒക്കെ എവിടെയിരിക്കുന്നത്? വെയർ ഹൗസ് നമുക്ക് 3 വെയർ ഹൗസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ, ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം വെടിമറ എന്ന് പറഞ്ഞിട്ട് ജംഗ്ഷനിൽ. പിന്നെ ഇവിടെ നമ്മുടെ തോന്നിയാവ് അമ്പലത്തിന്റെ അടുത്ത് തന്നെ 2
നടന്ന് സംസാരിക്കാം. ആ 2 ഗോഡൗൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിലേക്കൊക്കെ വരാനായിട്ട് എത്ര ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എത്തിച്ചു തരും? അങ്ങനെ നമ്മുടെ സ്റ്റോക്ക് ഉള്ളതാണെങ്കിൽ കസ്റ്റമർ പറയണ പിറ്റേ ദിവസം വേണമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഒരു ദിവസം അതിനകത്ത് നമുക്ക് ആ നെക്സിയോൺ ഇസ്പിര എന്നൊക്കെ പറഞ്ഞില്ലേ, വെർമോറ, ഇതൊക്കെ നമുക്ക് ഒരു 15 days ആണ് നമുക്ക് വേണ്ടത്. എല്ലാം എഗെയിൻസ്റ്റ് ഓർഡർ ആണ്. എന്നുവെച്ചാൽ പ്രീമിയം ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാം എഗെയിൻസ്റ്റ് ആണ് എടുക്കുന്നത്. ഇത് ഏഷ്യന്റെ ആണ് കേട്ടോ, 6-4 സൈസ്, 6-4 അല്ലേ? ഗ്ലോസി സോഫ്റ്റ് മാറ്റ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇത് ശരിക്കും നോക്കുകയാണെങ്കിൽ എല്ലാതും ബ്രാൻഡുകളും വ്യത്യാസമുണ്ട്. അതിന്റെ ഡിസൈൻസ് ഓരോന്നോരോന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതും കജാരിയുടെ 6-4 സൈസ് മോക്കപ്സ് ചെയ്തേക്കുന്നത്, ബാത്റൂം മോക്കപ്സ്. ഈ ഒരു സെക്ഷൻ വരുന്നത്. നമുക്ക് സാനിറ്ററി നോക്കാലോ? ഓക്കെ, പോവാം. ഇവിടെ ഒരു ബില്ലിംഗ് സെക്ഷൻ ആണ്. ഇല്ല, ഇവിടെ എല്ലാവരും കൊട്ടേഷൻ അടിക്കാനൊക്കെ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മൾ പറയുമ്പോൾ അതിന് ആദ്യം കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അടിക്കും. കസ്റ്റമർ ഇവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ തന്നെ കൊട്ടേഷൻ അടിക്കും. പിന്നെ ഫ്രണ്ടിൽ കൊട്ടേഷൻ അടിക്കാനുള്ള സൗകര്യമുണ്ട്, എല്ലാതും ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളിതൊരു ബാത്റൂം മോക്കപ്സ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു മെറ്റാലിക് കോമ്പിനേഷനിൽ കൊടുത്തേക്കുന്നത്. ഇതൊക്കെ കാണുമ്പോ മാർബിൾ ആണത്, ഉപ്പാൻ തോന്നുന്നു. ഒറിജിനൽ മാർബിൾ ആണ്. അതാ പറഞ്ഞത്, ഇതൊക്കെ കാണുമ്പോ ഇരിക്കണ നല്ല രസമുണ്ടല്ലേ, നല്ല വെയിറ്റ് ഉണ്ടാവില്ലേ? അതെ അതെ, നല്ല വെയിറ്റ് ഉണ്ട്, പൊക്കാൻ പറ്റില്ല. ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ, എന്നാലും വെച്ചിട്ടുള്ളൂ. അതെ, പല ആൾക്കാരോട് പറയണ എനിക്ക് ഇത്തിരി ആവുന്നുണ്ടെന്നുള്ളത്. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. ഇവിടുന്നാണ് നമുക്ക് നമ്മുടെ സാനിറ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. കജാരിയുടെ സെക്ഷൻ ആണ് ഇത്. കജാരിയുടെ ഇത് അവരുടെ പ്രീമിയം സെക്ഷൻ ആണ്, ഓറം എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം അവർ കുറച്ച് റേറ്റ് കൂടിയ ഐറ്റംസ് ആണ്. അപ്പൊ നമുക്ക് എക്കണോമി ഉണ്ട് കേട്ടോ, അപ്പുറത്ത് റേറ്റ് കുറഞ്ഞതും ഉണ്ട്. നമുക്ക് പറ്റിയ ഐറ്റംസ് ഉണ്ട് ഈ ഒരു സെക്ഷനില്. ഇതെല്ലാം റേറ്റ് കുറഞ്ഞതാണ്. ഓക്കെ, ഇവിടെ അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് പിടിച്ചോ. അതില് വാഷ് ബേസൻസ് എല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊക്കെ ഇപ്പൊ നമുക്ക് ഒത്തിരി കോംബോ ഓഫേഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ. കൺസീലർ ടാങ്കിനൊക്കെ കോംബോ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. ഇതിലും ഓഫേഴ്സ് ഉണ്ടോ? ആ, ഓഫേഴ്സ് നടക്കുന്നുണ്ട്. ഹെവി വന്നേ, ഓഫറൊക്കെ പറഞ്ഞു കൊടുത്തേ. അപ്പൊ മൊത്തത്തിൽ ഓഫർ നടക്കുന്നുണ്ടല്ലോ ഇതിന്റെ സെക്ഷനിങ് ഓരോന്ന് തോന്നുന്നുണ്ടല്ലേ? ഓഫർ പറഞ്ഞു കൊടുക്ക്. ഹെവി പറഞ്ഞിട്ട് കാര്യമില്ല. പറ, ഇനി ഇവിടത്തെ കുറിച്ച് പറയും. ഇതിപ്പോൾ നമുക്ക് കജാരിയ ബ്രാൻഡിന് കെറോവിറ്റ് വരുന്നത് നമുക്ക്. അങ്ങനെ നമുക്ക് ഒത്തിരി കോംബോ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ടാകും. ഡൈവേർട്ടർ സെറ്റ് ആയാലും പിന്നെ നമ്മുടെ വാൾ ഹാങ് ക്ലോസറ്റ് സിംഗിൾ പീസ് മോഡലിൽ എല്ലാം നമ്മൾ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. എല്ലാത്തിലും ഓഫേഴ്സ് ഉണ്ട്. നമ്മുടെ ഒരു കോംബോ സെറ്റിന്റെ പറഞ്ഞു കൊടുക്ക്, റേറ്റ് പറഞ്ഞു കൊടുക്ക്. ഈ ക്ലോസറ്റ്, ഇതിന്റെ ഹാഫ് ഫ്രെയിം കൺസീൽ ടാങ്ക്, അതിന്റെ പുഷ് ബട്ടൺ എല്ലാം കൂടി നമുക്ക് 13,700 രൂപ നമുക്ക് കിട്ടും. മറിവ് പറഞ്ഞു കൊടുക്ക്. 13,700. ശരിക്കുള്ള റേറ്റ് എത്ര? അത് നമുക്ക് വരുമ്പോൾ 22 സംതിങ് റേഞ്ച് റേറ്റ് വരുന്നത്. ഇത്രയ്ക്ക് ഡിഫറൻസാ? അതും കജാരിയ ബ്രാൻഡിന്റെ ഫുൾ സെറ്റ് കജാരിയുടെ 10 വർഷം വാറണ്ടി. 10 year നമുക്ക് സെറാമിക് വാറണ്ടി വരുന്നുണ്ട്. എന്തായാലും മാറ്റേണ്ടി വരും. ഒന്നോടും പറയാ, ഇത് 22,000 ഇപ്പത്തെ റേറ്റ് വരുന്നത് 13. അതും കജാരിയ ബ്രാൻഡ്. അതെ, കജാരിയ ബ്രാൻഡ് പോരെ, ബ്രാൻഡഡ് സാധനം. ഇത് മാത്രമല്ല, വേറെ ഓഫേഴ്സ് ഉണ്ട്, കോംബോ ഓഫേഴ്സ് വേറെ ഒത്തിരി ഉണ്ട്. അപ്പൊ കുറച്ചു നേരം ഇനി ഇവന്റെ കൂടെ നിൽക്കേണ്ടി വരും ഓഫേഴ്സ് മൊത്തം കേൾക്കാനായിട്ട്. എന്തായാലും ഓഫേഴ്സ് എത്രാം തീയതി വരെയൊക്കെ ഉണ്ട്? അങ്ങനെ എന്തെങ്കിലും കണ്ടിന്യൂസ് റണ്ണിംഗ് ആണ്. അതിനകത്ത് ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഒരു ക്ലോസറ്റ് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ വാഷ് ബേസ്. പിന്നെ നമുക്ക് ഡൈവേർട്ടർ സെറ്റിൽ നമുക്ക് കോംബോ ഓഫർ കാണിച്ചെന്നേ. ഡൈവേർട്ടറിൽ നമുക്ക് വരുമ്പോൾ 7,700 ഒരു കോംബോ, അതുപോലെ തന്നെ 8,100 ഒരു കോംബോ അങ്ങനെ വരുന്നുണ്ടാവും. തൊട്ട് കാണിച്ചെന്നേ. അതിപ്പോൾ 8,100 വരുമ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് പ്ലേറ്റ് വരുന്നത്. അങ്ങോട്ട് തന്നെ 8,100 കോംബോയിൽ നമുക്ക് വരുന്നത് പ്ലേറ്റ് വരുന്നത് ഇതാണ്. ഇതിൻ്റെ ഡൈവേർട്ടറിൻ്റെ പ്ലേറ്റ് വരുന്നത് നമുക്ക് ഓരോ മോഡൽസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഓഫർ ഇട്ടേക്കണതിൽ റൗണ്ട് പ്ലേറ്റ് ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് 8 ഇഞ്ചിൻ്റെ ഷവർ വരുന്നുണ്ട്. അതായത് 8 ഇഞ്ചിൻ്റെ ഷവർ എന്ന് പറയുമ്പോൾ ഈ സൈസ് വരും. ഈ സൈസ് ഷവർ നമുക്ക് വരുന്നുണ്ട്. 18 ഇഞ്ചിൻ്റെ ആം, ആ സൈസ് ആം വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കൺസീൽഡ് പാർട്ട്, ഹൈ ഫ്ലോ ആണ് നമുക്ക് കൺസീൽഡ് പാർട്ട് വരുന്നത്. അതിൻ്റെ സ്പൗട്ട്, ഇത് എല്ലാം കൂടി നമുക്ക് 8,100, 10,650 ആ റേഞ്ചോളം വരുന്നത്. 8,100 നമുക്ക് എല്ലാ കോംബോ കൂടി. അത്യാവശ്യം ഡിസ്കൗണ്ട് ആയില്ല. ഇതിന്റെ പ്ലേറ്റിങ്ങിനൊക്കെ 10 വർഷം വാറണ്ടി ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് 10 year വാറണ്ടി വരുന്നുണ്ട്. പ്ലേറ്റിങ്ങിന് 10 വർഷം വാറണ്ടി ഉണ്ട്. സർവീസ് നമുക്ക് എന്തെങ്കിലും ഇവിടെ വിളിച്ച് പറഞ്ഞാൽ മതി. ഞങ്ങൾ തന്നെ വേറെ കസ്റ്റമർ കെയർ ഒന്നും വിളിക്കണ്ട, ഡയറക്റ്റ് വിളിച്ചാൽ മതി. ഇവിടെ നിന്നാണ് നമ്മൾ ടെക്നീഷ്യൻ അറേഞ്ച് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഒന്നിനും പുറത്തേക്ക് പോകണ്ട, എല്ലാത്തിനും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഈ സെക്ഷൻ മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങളാണോ? ഞാൻ അസിസ്റ്റന്റ് മാനേജറാണ്. ഓ, ഓക്കെ, സോറി കേട്ടോ, പോസ്റ്റ് ഇത്തിരി കുറച്ച് പറഞ്ഞു പോയത്. പേര് ചോദിച്ചില്ല കേട്ടോ. ഹെബി കൃഷ്ണ. ഹെബി കൃഷ്ണ, അബിയല്ലല്ലോ? അല്ല, ഹെബി കൃഷ്ണ. ഹെബി വെറൈറ്റി പേരായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനിയും കൂടി കാണിക്കാണ്ട് മുകളിലുണ്ടല്ലോ. അപ്പൊ ഈ ഒരു സെക്ഷൻ കണ്ടല്ലോ. ഇനിയിപ്പോ ബാത്റൂമിന്റെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ മാറ്റി ഇനി കഴുകി വൃത്തിയാക്കി ബുദ്ധിമുട്ടുണ്ടാവും. ശരി, താങ്ക് യു ട്ടാ. ഇതെന്താ സംഭവം? അത് സ്റ്റോണിന്റെ വാഷ് ബേസിൻ ആണ്, പെഡസ്റ്റൽ ടൈപ്പ്. അടിപൊളിയല്ലേ? വേറെ ഇരിപ്പുണ്ട്. ഇപ്പുറത്തുണ്ടല്ലേ? ലൈറ്റും ഡാർക്ക് ഷെയ്ഡ് കണ്ടുകൊണ്ടല്ലേ? അടിപൊളി. സ്റ്റോൺ ആണ്, ഫുൾ സ്റ്റോൺ ആണ്, സ്റ്റോണിലാണ് ചെയ്തേക്കുന്നത്. ഓ, അപ്പൊ ഇതിന്റെ ഉള്ളില് കൈയിട്ട് വാഷ് ചെയ്താൽ മാത്രം മതി. ടാപ്പ് വെച്ച് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട.
ഓട്ടയുണ്ട് കേട്ടോ, അതൊന്നും വന്ന് നോക്കിക്കോ. ഇത് എന്തായാലും അനക്കാൻ പറ്റില്ല, അനക്കാൻ പറ്റില്ല, വെയിറ്റ് ഉണ്ട്. വെച്ചോടുത്ത് പിന്നെ അവിടെ ഇങ്ങനെ കിടക്കും. ഫിറ്റിങ്സും വേണ്ട ഇതിന്. അതെ, സുഖം, അടിപൊളി. അപ്പൊ ഇത് കഴിഞ്ഞു മൊത്തത്തില്. ഇത് നമ്മുടെ സ്റ്റെയിൻ ഹാഗൺ എന്ന് പറഞ്ഞിട്ടൊരു ജർമ്മൻ ബ്രാൻഡാണ്. ഓക്കെ, അവരുടെയാണ് ഇത്. വാഷ് ബേസൺ, ക്ലോസറ്റ്സ്, ഇത് വാൾ ഹാങ് എല്ലാം കറക്റ്റ് വെറൈറ്റി കളേഴ്സ് ആണ് ഇവരുടെ. മറ്റേത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇട്ടിട്ട് ഒരു ഡിഫറെന്റ് കളർ ഓപ്ഷൻ നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. അതെ, അതേപോലെ ഒരു കോമ്പിനേഷനിൽ അവർ കൊടുത്തേക്കുന്ന ബ്ലാക്ക് അക്സസറീസും പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ്. ഇത് എന്താ പറയാ, എന്ത് മെറ്റൽ വെച്ചിട്ട് ഇതൊക്കെ? ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SS മെറ്റീരിയൽ. SS മെറ്റീരിയൽ അല്ലേ? ഓക്കെ ഓക്കെ. അല്ല ഞാൻ കുറച്ചുകൂടി ഹാർഡാണ് മെറ്റീരിയൽ, കുറച്ചുകൂടി ഹാർഡാണല്ലേ? ഓക്കെ, ആവശ്യം വരും. ഓക്കെ, ഇനി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് മിലിറ്ററി ഗ്രീൻ ആർക്കും ഇഷ്ടപ്പെടും. സെയിം ക്ലോസറ്റ് വേണമെങ്കിൽ ക്ലോസറ്റും കിട്ടും, സെയിം വാഷ് ബേസിനും കിട്ടും, സെയിം കളർ. ബ്ലാക്ക് പിന്നെ ഗ്രേയിലൊക്കെ നോക്കി നല്ല ഫിനിഷിങ്ങോട് കൂട്ടിട്ട് ഇതൊക്കെ കളേഴ്സ് അല്ലേ? അത് ഇവിടെ ഉണ്ടാവും. ഇതെല്ലാം കോട്ട്സ് ആണ് കേട്ടോ, കോട്ട്സിന്റെ ആണ് വാഷ് ബേസ്. ഇവിടെ വന്നപ്പോ പച്ച ചുവപ്പ് മഞ്ഞ നീല എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്. വാഷ് ബേസ് ഇനിയിപ്പോ 2 കൂടി ഫിറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ പുതിയത് വരുമ്പോ പുതിയതായിട്ട് ഇത് ലൈറ്റിൽ വരുമ്പോ ഡാർക്കിൽ വരുമ്പോ. ഇവിടെ നമുക്ക് നമ്മുടെ ഒട്ടുമിക്ക ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സെറ ചെയ്യുന്നുണ്ട്, പാരിവെയർ ഉണ്ട്, ബാത്തെക്സ് ഉണ്ട്, ക്യൂബ് ഉണ്ട്, കജാരിയ, കെറോവിറ്റ്, എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. പിന്നെ ഏഷ്യന്റെ ഉണ്ട്, ഏഷ്യൻ പെയിന്റ്സിന്റെ തന്നെ അവരും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ വെറൈറ്റി ആയിട്ടുണ്ട്. പാരിവെയർ ആണ്. ഇതിനിപ്പോ എങ്ങനെയാ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്? ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് എല്ലാത്തിനും നമ്മൾ എന്തായാലും നിങ്ങൾ വന്ന മൊത്തത്തിൽ ഒരു ബില്ലിൽ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. അത് കൂടാണ്ടുള്ള ഒരു ഡിസ്കൗണ്ട് വേറെ, എല്ലാത്തിനും കൂടി ഒരു ഡിസ്കൗണ്ട് പ്രതീക്ഷിച്ചോ? ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കും. പോരെ, എന്റെ വകയുണ്ട് കടക്കോട്ടങ്ങോട്ട് ഡിസ്കൗണ്ട്. എല്ലാം നമ്മൾ സിംഗിൾ ക്ലോസറ്റ്സ് ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത്, സിംഗിൾ പീസസ്. ഈ ഒരു സെക്ഷൻ അല്ലേ? ഓക്കെ, എല്ലാ ബ്രാൻഡും ഉണ്ട്. ഇത് ഫുൾ ആക്സസറീസിന്റെ ഒരു ലോകാണ്. അതെ അതെ അതെ. നമ്മുടെ വാനിറ്റി സെറ്റ്സ് ഉണ്ട്, ഇതുണ്ടോ, ഫുള്ളും വാനിറ്റി സെറ്റ് ആണ്. ഡി സെക്ഷൻ വരുന്നത് ഫുൾ അറ്റം വരെ ഉണ്ടല്ലോ, ഡി അറ്റം തൊട്ട് ആ അറ്റം വരെ ഫുൾ കാണുന്നത് ഈ ഒരു സെയിം സംഭവം തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കിച്ചണിലേക്ക് വേണ്ട സിങ്കുകൾ പല ടൈപ്പ്, ഡബിൾ ബോൾ, സിംഗിൾ ബോൾ, അതേപോലെ മാറ്റ് ഫിനിഷ്, പോളിഷ് ഫിനിഷ് എല്ലാം. ഇത് പണ്ടൊക്കെ ആകെ ഒരു കളർ വരുന്നായിരുന്നു സ്റ്റീലിന്റെ. ഇപ്പൊ എന്ന് പറയുമ്പോ അതിൽ തന്നെ കുറച്ച് കളേഴ്സ് വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ക്വാളിറ്റിക്ക് മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അമ്മ കണ്ടോ വയ്യാണ്ട് ഇങ്ങനെ നടന്ന് ക്ഷീണിച്ചു. കസ്റ്റമർ അല്ലേ? വയ്യാണ്ടയ്യാ നടന്നത്. അവരാണ് ഇനി വീട് വയ്ക്കുന്നൊക്കെ, നമ്മുടെ വീട് വയ്ക്കലൊക്കെ കഴിഞ്ഞല്ലേ? ഇത് മൈക്കാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കേൾക്കില്ല. ഒന്നുമില്ല, ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമായോ എന്ന് ചോദിച്ചതാ. ഇഷ്ടമായി നാച്ചുറലി, അതുകൊണ്ടാണ് രണ്ടാമത് മൂന്നാമത് വന്നേ. ഒന്നും കൂടി ചെക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ 2-3 പ്രാവശ്യം വന്നത് ഇവിടെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഇതിനു മുമ്പും ബാറ്റബ് ഇവിടുന്നാണ് വാങ്ങിയിരുന്നത്, അതിൻ്റെ ആക്സസറീസ് ഇവിടുന്നാണ് വാങ്ങിയിരുന്നത്, എല്ലാം ഇവിടുന്നാണ് വാങ്ങാറ്. അതിനേക്കാളും കൂടുതൽ വെറൈറ്റി ഇവിടെ ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സാധനവും ഇവിടുന്നാണ് എടുത്തേക്കണത്. അത് ഇപ്പോഴും ഇവിടെ തന്നെയാണ് എടുക്കാൻ പോണേ, ടൈലും എല്ലാ സാധനവും. പുതിയ വീടാണോ? അല്ല, പഴയ റിനോവേഷൻ ആണ്. അതിന്റെ ടൈലും ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് അതിൽ വരും, അത് കൊണ്ടുപോകാൻ മക്കളാണ്. അപ്പൊ അവരാണത് സെലക്ട് ചെയ്യേണ്ടത്, അവരാണല്ലോ ഇനി ജീവിക്കേണ്ടത്. നമ്മൾ വെച്ചാൽ അവർക്ക് ഓൾഡ് ഫാഷൻ്റെ ഒക്കെ ആവും. അപ്പൊ അവർക്ക് മറ്റേ പുതിയ ഫാഷൻ അതായത് സ്വന്തമായിട്ടുള്ള റിവ്യൂ ആണ്. എന്തായാലും പേരെന്ന് പറഞ്ഞ നിരുപമ. എന്താ വർക്ക് ചെയ്യണോ? ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്കുക, സ്റ്റുഡന്റ് ആണ്. എന്താ പഠിക്കുന്നത്? ഞാനിപ്പോ ഏവിയേഷൻ നോക്കുക. ഓക്കെ, നിസ്തുല. വെറൈറ്റി പേരുകൾ. എന്തായാലും അമ്മയും വെറൈറ്റി എന്താ വർക്ക് ചെയ്യണം? അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് അമ്മനെ ഇഷ്ടമായി മൊത്തത്തില്. അല്ല, എന്തായാലും നാച്ചുറൽ ആയിട്ട് കാര്യം പറഞ്ഞു. ഞാൻ ടീച്ചറാണ്, എനിക്ക് തുറന്ന് അങ്ങനെ പറയാനേ അറിയുള്ളൂ. അടിപൊളിയാണ് കേട്ടോ. ഒന്നുകൂടി കേട്ടില്ലത്. 28 കൊല്ലമായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പൊ പിന്നെ എനിക്ക് സത്യം പറയാനേ പറ്റുള്ളൂ, അതിനപ്പുറം ഭംഗി പറയാൻ അറിഞ്ഞൂടാ. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും താങ്ക് യു. ഇവിടെ അടുത്താണ് വീട്? നോർത്ത് പറവൂർ ശാന്തി ഹോസ്പിറ്റലിന്റെ അടുത്ത്. വീടിന്റെ പേര് കൂടി പറഞ്ഞു ഞങ്ങൾ വീട്ടിലെത്തി. രാജാങ്കട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടത്തെ വിഷയം മാറി. ഓക്കെ, നമ്മൾ എന്താ പറയാ, ഇവിടുത്തെ കളേഴ്സ് ആയിട്ടുള്ള നമുക്ക് വാഷ് ബേസിൻസ് ഉണ്ട്. ഗോൾഡൻ കളർ, ഇതൊക്കെ നമുക്ക് മെയിൻ വാഷ് കൗണ്ടർ ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്നല്ലേ? ഓക്കെ, അപ്പൊ ഇത് മാത്രല്ല, ശരി, ആക്ച്വലി അമ്മയുടെ കൂടെ ഇനി അപ്പുറത്ത് കസര ഇട്ട് ഞാൻ ഇരിക്കേണ്ട അവസ്ഥ വരും. കാരണം 60,000 ഒന്നും എന്നെ കൊണ്ട് നടക്കാൻ പറ്റില്ല.
ഹുഡ് ആൻഡ് ഹോബ്. ഓക്കെ, ഇത് നമ്മൾ ഹിൻഡ്വെയർ, ക്രോംപ്ടൺ 2 ബ്രാൻഡാണ് ചെയ്യുന്നത്. ഇത് ഇതിനകത്തൊക്കെ നമുക്ക് maximum discount ഇതിൽ പെടുന്നതല്ലല്ലോ. ഇത് നമ്മൾ കിച്ചൺ ഇതിൽ വരുന്ന കിച്ചൺ ആക്സസറീസിൽ വരുന്നതാണ്. കിച്ചൺ മോഡുലർ കിച്ചണിന്റെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, അതും നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് വിശാലായിട്ട് കിടക്കാണ്. കസ്റ്റമർ കയറി കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ അടുത്ത് തന്നെ കറക്റ്റ് ഫൈനലൈസ് ചെയ്ത് പോകും. പിന്നെ എല്ലാ ഐറ്റംസും എന്ന് വെച്ചാൽ A to Z നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ ഒക്കെ ചോദിച്ചാൽ മതി. അപ്പൊ നമ്മൾ വീണ്ടും പറയാം, ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫറിന് എൻഡ് ഇല്ല. പക്ഷെ നിങ്ങളുടെ വീട് പണിക്കും എൻഡ് ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും ഇങ്ങനെ ഇപ്പൊ റിനോവേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കൊല്ലം കഴിയുമ്പോൾ അടുത്ത റിനോവേഷൻ ഇങ്ങനെ. അപ്പൊ ഓഫർ എപ്പോഴും ഉണ്ടാവും അല്ലെ? അപ്പൊ ഒന്നുകൂടി ഞാൻ ലൊക്കേഷൻ പറയാണ്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയില് നോർത്ത് പറവൂർ, അതായത് തെക്കേ നാലുവഴിയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ പതിയാറ ബിൽഡ് വെയർ വരുന്നത്. നമുക്ക് വേറെ ഒറ്റ ബ്രാഞ്ചസും ഇല്ലട്ടാ. ബ്രാഞ്ചസ് വരുന്നത് ടൈൽസിന്റെ ബ്രാഞ്ച് നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും ബ്രാഞ്ചസ് ഇല്ല. പിന്നെ പുതിയതായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ ലോഞ്ച് ചെയ്തത് വെർമോറ. അത് സെപ്പറേറ്റ് ഒരു ഷോറൂം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ്. വന്ന് നോക്കുക. ഇതെന്നൊക്കെ പറയുമ്പോ ഇപ്പൊ എത്ര വർഷമായി ഇവിടെ? ഇപ്പൊ നമ്മൾ 25 വർഷം ആവാൻ പോകുന്നു ഇവിടെ നമ്മളിവിടെ നോർത്ത് പറവൂരായിട്ട്. നമ്മൾ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ 60,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഫുള്ള് കവർ ചെയ്തിട്ടില്ല. ഇനി ഗ്രാനൈറ്റും കൂടി കിടക്കുന്നുണ്ട്. പോണ കുഴപ്പമില്ല. ഗ്രാനൈറ്റ് പിന്നെ എല്ലാവരും കണ്ട് ടൈൽസിലല്ലേ ഒത്തിരി വെറൈറ്റീസ് ഒക്കെ വരുന്നത്. എന്തായാലും ആ ഒരു ഭാഗം കൂടി ഉണ്ട് കവർ ചെയ്യാനായിട്ട്. പിന്നെ ഇതിന്റെ തന്നെ കുറച്ച് ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുള്ള പെട്ടെന്ന് ഒരു ഓടിപ്പിക്കലായി ഉണ്ടായിട്ടുള്ള. എന്തായാലും വരാണെങ്കിൽ നിങ്ങൾ ടൈം എടുത്തിട്ട് വന്ന് നോക്കി വിശാലമായിട്ട് ഇന്ന് പർച്ചേസ് ചെയ്യുക. എന്തായാലും നല്ല ഓഫേഴ്സ് ഉണ്ട്. എല്ലാവരുടെയും വക, എല്ലാ സ്റ്റാഫിന്റെ വക ഒരു ഓഫർ കിടക്കട്ടെ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ബൈ, താങ്ക് യു. ബൈ, താങ്ക് യു.